بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم الحمد لله وبه نستعين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحابته أجمعين وبعد നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയും പിന്നെ അമ്മ ജുസയിൽ നിന്ന് സൂറത്ത് അന്നാസ് മുതൽ മുകളിലേക്ക് അതാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് തഫ്സീർ ക്ലാസ് ഇന്ന് മുതലുള്ള തഫ്സീർ ക്ലാസ്. നമുക്കറിയാം വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ മഹത്വവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനോടൊരു നന്മ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ അല്ലാഹു മതത്തിൽ പാണ്ഡിത്യം നൽകും. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അല്ലാഹു ഒരാളോടൊരു നന്മ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അയാൾക്ക് അല്ലാഹു ദീനിൽ പാണ്ഡിത്യം നൽകും. ദീനി വിജ്ഞാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വിജ്ഞാനം അത് അല്ലാഹുമായി ബന്ധപ്പെട്ട വിജ്ഞാനമാണ്. അല്ലാഹുമായി ബന്ധപ്പെട്ട വിജ്ഞാനമാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹുവിൻ്റെ കലാമാണ്. അത് അല്ലാഹുവിൻ്റെ വിശേഷണമാണ്, അല്ലാഹുവിൻ്റെ കലാമാണ്. അല്ലാഹുവിൽ നിന്നാണ് വിശുദ്ധ ഖുർആൻ്റെ തുടക്കം. അല്ലാഹുവിൽ നിന്ന് അത് അവതീർണമാണ്. അന്ത്യനാളെടുത്താൽ അത് അല്ലാഹുവിലേക്ക് തന്നെ അല്ലാഹു മടക്കുകയും ചെയ്യും. അപ്പോൾ വിശുദ്ധ ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വിജ്ഞാനം. ഖൈറുകും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. അപ്പോൾ ഖുർആൻ പഠിക്കുന്നവൻ അല്ലാഹുങ്കൽ ശ്രേഷ്ഠനാണ്, ഖുർആൻ പഠിപ്പിക്കുന്നവൻ അല്ലാഹുങ്കൽ ശ്രേഷ്ഠനാണ്. അതുകൊണ്ട് നമ്മുടെ ഈ മജ്ലിസിൽ നമ്മൾ അല്ലാഹുവിൻ്റെ കലാമാണ് പഠിക്കുന്നത്. അത് ശ്രേഷ്ഠമായിട്ടുള്ള ഒരറിവാണ്. നമ്മൾ അത് പഠിക്കുന്നവർ എന്നുള്ളവർക്ക് അല്ലാഹുവിങ്കൽ ശ്രേഷ്ഠന്മാരാണ്. വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ഹാദൽ ഖുർആൻ യർഫഉല്ലാഹു ബിഹി അഖ്വാമൻ വയദഉ ബിഹി ആഖരീൻ. ഒരു വിഭാഗം ആളുകൾ അല്ലാഹു ഈ ഖുർആൻ കൊണ്ട് ഉയർത്തുകയും മറ്റൊരു വിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആൻ കൊണ്ട് തന്നെ താഴ്ത്തുകയും ചെയ്യും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ലാഹ്. ഇത് ചരിത്രത്തിൽ ഒരു സംഭവത്തോടനുബന്ധിച്ച് ഉമർ റളിയല്ലാഹു അൻഹു അനുസ്മരിച്ചതാണ്. ഒരടിമക്ക് ഇബ്നു അബ്സ എന്ന പേരുള്ള ഒരു അടിമക്ക് മക്കയുടെ ഗവർണർ സ്ഥാനം താൽക്കാലികമായിട്ട് ലഭിച്ചു. മക്കയുടെ ഗവർണർ സ്ഥാനം. അപ്പോൾ മക്ക ഖുറൈശികളുടെ നാടാണല്ലോ അന്ന്. അപ്പോൾ ഖുറൈശികളുടെ നാട്ടിൽ ഇബ്നു അബ്സ എന്ന് പറയുന്ന ഒരു അടിമ ഗവർണറാകുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ആ വിഷയം ചോദ്യം ചെയ്ത്, എന്തുകൊണ്ടാണ് നിങ്ങൾ മക്കക്കാർക്ക് ഒരു അടിമയെ ഗവർണറാക്കിയത്, പകരക്കാരനായിട്ട് നിശ്ചയിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഉമറിനോട് പറഞ്ഞത്, അദ്ദേഹം അള്ളാഹുവിൻ്റെ ഖുർആൻ പാരായണം ചെയ്യുകയും അനന്തരാവകാശ നിയമങ്ങൾ അറിയുകയും ചെയ്യുന്ന വ്യക്തിയാണ് എന്നുള്ളതാണ്.
അപ്പോഴാണ് ഉമർ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ ഖുർആൻ കൊണ്ട് അള്ളാഹു ഒരു വിഭാഗത്തെ ഉയർത്തും. ഇതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗത്തെ നിലംപരിശാക്കും ചെയ്യും. അങ്ങനെ അദ്ദേഹം ആ അടിമ മക്കയുടെ ഗവർണർ സ്ഥാനത്ത് ഇരുന്നതിനെ ഉമർ റളിയല്ലാഹു തആല അൻഹു സമ്മതിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് ഖുർആൻ അറിയും എന്നുള്ളതാണ് അയാളുടെ ഒരു യോഗ്യത. അപ്പോൾ നമ്മൾ ഒരു ഉന്നമനവും അതേപോലെ തന്നെ പുരോഗതിയും ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതേപോലെ തന്നെ നമുക്ക് മാനസികമായ ആശ്വാസം, അതേപോലെ തന്നെ ദൈക്ഷണികമായ വികാസം, ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ അള്ളാഹുവിൻ്റെ കിതാബിലേക്ക് ആത്മാർത്ഥമായിട്ട് മടങ്ങനെ വേണം. ഇത് പഠിച്ചും പാരായണം ചെയ്തും ഗ്രഹിച്ചും പഠിപ്പിച്ചും നമ്മൾ വിശുദ്ധ ഖുർആൻ്റെ വാക്താക്കളാകുമ്പോഴാണ് നമുക്ക് ഇഹത്തിലും പരത്തിലും രക്ഷ, ഉന്നമനം. ഖബറിൽ നമുക്കറിയാം, ഖബറിൽ ചോദ്യങ്ങളുണ്ട്. ഒരു ചോദ്യം മൻ റബ്ബുക എന്നാണ്, അല്ലേ? എന്താ അതിൻ്റെ ഉത്തരം? ശരി ഉത്തരം റബ്ബി അല്ലാ എന്നാണ്, എൻ്റെ റബ്ബ് അല്ലയാണ്. വമാ ദീനുക്, ഏതാണ് നിൻ്റെ ദീൻ? അത് രണ്ടാമത്തെ ചോദ്യമാണ്. അപ്പോൾ നമ്മളതിന് ഉത്തരം എന്താ? ദീനിയൽ ഇസ്ലാം, എൻ്റെ ദീൻ ഇസ്ലാമാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചിട്ട് വമാ ഹാദർ റജുലുൽ ലദീ ബുഇസ ഫീകും, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ വ്യക്തി ആര് എന്ന് ചോദിക്കും. അപ്പോൾ മുഹമ്മദുർ റസൂലുള്ള, അത് മുഹമ്മദുർ റസൂലുള്ളയാണ് എന്ന് പറയും. നാലാമത്തെ ചോദ്യം വമാ ഇൽമുക് എന്നാണ്, നിൻ്റെ അറിവെന്ത് എന്നാണ് ചോദിക്കുക. നിൻ്റെ അറിവെന്ത്? അപ്പോൾ അതിൻ്റെ ഉത്തരം വിശ്വാസി പറയുക. അവിശ്വാസിയുടെ ആ ചോദ്യം തന്നെയല്ല, കാരണം അവനക്ക് ഖുർആനായിട്ട് ബന്ധമല്ല. വിശ്വാസി പറയുക, ഖറഅതു കിതാബല്ലാ, ഞാൻ അള്ളാഹുവിൻ്റെ കിതാബ് ഓതി, ഫആമൻതു ബിഹി, ഞാനത് വിശ്വസിച്ചു, വസദ്ദഖ്തു, ഞാനത് സത്യപ്പെടുത്തി. അള്ളാഹിൻ്റെ ഖുർആൻ ഞാൻ ഓതി, ഞാനത് വിശ്വസിച്ചു, ഞാനത് സത്യപ്പെടുത്തി. ഈ ഉത്തരം പറയുമ്പോഴാണ് അള്ളാഹു ആ ദാസനെ ആകാശത്തിനുപരിയിൽ നിന്ന് അനുമോദിക്കുക. മനസ്സിലായില്ലേ? അള്ളാഹു പറയും മലക്കുകളോട്, ആ ദാസന് നിങ്ങൾ സ്വർഗത്തിലെ ഉടയാടകൾ ധരിപ്പിക്കുക, സ്വർഗത്തിലെ വിരിപ്പുകൾ അവന് തയ്യാറാക്കുക, സ്വർഗത്തിൽ നിന്ന് ഖബറിലേക്കുള്ള അവൻ്റെ കവാടം തുറന്നിടുകയും, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സ്വർഗീയ സുഗന്ധങ്ങളും സ്വർഗീയ പരിമളങ്ങളും അവനെ തേടി ഖബറിലെത്തും എന്നാണ്. അവിടെ അയാളുടെ അറിവ് അള്ളാഹുവിൻ്റെ ഖുർആൻ അയാൾ ഓതി, പിന്നെ അതിനനുസരിച്ചുള്ള പ്രവർത്തനമാണ്. അയാളത് വിശ്വസിച്ചു, സത്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താ? സത്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ അൽഹംദുലില്ലാ എന്ന് ഇവിടെ ഓതുമ്പോൾ, അൽഹംദുലില്ലാ എന്ന് ഓതുമ്പോൾ സ്തുതികൾ മുഴുവനും അള്ളാഹുവിന് മാത്രം എന്നാണ്. സ്തുതികൾ മുഴുവനും അള്ളാഹുവിന് എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? അള്ളാഹു പറയാണ്, അള്ളാഹു തന്നെ സ്തുതിക്കുകയാണ്, അള്ളാഹു തന്നെ സ്തുതിച്ച് പറയാണ്. പക്ഷേ അതിലെന്തുണ്ട്? ഒരു ആജ്ഞ ഉണ്ട് നമ്മളോട്. എന്താ നമ്മളോടുള്ള ആജ്ഞ, കൽപ്പന എന്താ? നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കണം, നിങ്ങൾ അൽഹംദുലില്ലാ എന്ന് പറയണമെന്ന് ഒരു കൽപ്പന അതിലുണ്ട്. അപ്പോൾ നമ്മൾ അൽഹംദുലില്ലാ എന്ന് ഓതുമ്പോൾ നമ്മളത് ഓതുന്നു, നമ്മളത് വിശ്വസിക്കുന്നു, അള്ളാഹു തന്നെ വാഴ്ത്തിയിരിക്കുന്നു, പുകഴ്ത്തിയിരിക്കുന്നു, നമ്മൾ വിശ്വസിക്കുന്നു. പിന്നെ നമ്മളെങ്ങനെ അതിനെ സത്യപ്പെടുത്തുന്നത്? നമ്മൾ അൽഹംദുലില്ലാ പറഞ്ഞുകൊണ്ടാണ്. നമ്മൾ അൽഹംദുലില്ലാ പറയേണ്ട സന്ദർഭങ്ങളിൽ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അതിനെ സത്യപ്പെടുത്തേണ്ടത്. അപ്പോൾ ഖുർആൻ പാരായണം മാത്രം പോരാ, പിന്നെ നമ്മളതിനെ വിശ്വസിക്കുകയും നമ്മൾ സത്യപ്പെടുത്തുകയും ചെയ്യണം. സത്യപ്പെടുത്തേണ്ടത് നമ്മൾ മനസ്സാ വാചാ കർമ്മണയാണ്. മനസ്സിലായില്ലേ? അങ്ങനെ സത്യപ്പെടുത്തണമെങ്കിൽ എന്താണ് ഈ ഓതണത് നമ്മൾ അറിയണ്ടേ? ഈ ഓതണത് എന്ത് എന്നുള്ളത് നമ്മൾ അറിയണം. അതിനാണ് നമ്മൾ ഇതുപോലുള്ള ക്ലാസ്സുകൾ. വിശുദ്ധ ഖുർആൻ അത് എന്തർത്ഥമാക്കുന്നു, അത് എന്ത് തേടുന്നു, അതിൻ്റെ പൊരുളെന്ത്, ആശയമെന്ത്, മനസ്സിലായി? അപ്പോഴാണ് ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കുക. ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഖുർആൻ ഓതിയിരുന്ന നാളിൽ ഇത് അതിൻ്റെ പൊരുളറിയുന്ന, അർത്ഥം അറിയുന്ന ആളുകളെ പിടിച്ചു കുലുക്കിയിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശത്രുക്കൾ പോലും റസൂലുള്ളാഹിൻ്റെ വായ മൂടിക്കെട്ടിയത്. വായ പൊത്തിപ്പിടിച്ചിട്ടുണ്ട് റസൂലുള്ളാഹിനെ ഓതാൻ സമ്മതിക്കാതെ. കാരണം എന്താ? റസൂലുള്ളാഹിനെ എതിർക്കാൻ വേണ്ടി വന്ന മുശ്രിക് ഈ ഖുർആൻ അതിൻ്റെ ആശയം ഗ്രഹിച്ചിട്ട് അയാൾക്ക് സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ റസൂലുള്ളാഹിനോട് പറയാണ്, മുഹമ്മദേ ഇനി നീ പോതല്ലേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? റസൂലുള്ളാഹിൻ്റെ വായ പൊത്തുകയാണ്. കാരണം അതിൻ്റെ ആശയം അറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
എതിർക്കാൻ വേണ്ടിയിട്ട് മുശ്രിക്കുകൾ ഒന്നായിട്ട് ഒരുമിച്ച് കൂടി. അന്ന് അവർക്ക് ഭയങ്കര ശത്രുതയായിരുന്നു ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും. ഇസ്ലാം അവരുടെ ശത്രുതയുടെ ആധിക്യം കാരണത്താലാണ് ഒരു വിഭാഗം മുസ്ലിമീങ്ങളെ ഹബശീനയിലേക്ക് റസൂലുള്ളാഹ് ഹിജ്റ പറഞ്ഞയച്ചത്. എല്ലാവരോടും ഹിജ്റ പോകാൻ പറഞ്ഞു. കാരണം മക്കത്ത് താമസിക്കാൻ കഴിയുന്നില്ല, ജീവിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ എല്ലാവരോടും ഹിജ്റ പോകാൻ പറഞ്ഞു. ആ കാലഘട്ടത്തിലാണ് സൂറത്ത് നജ്മ് അവതരിപ്പിച്ചിട്ട് റസൂലുള്ളാഹ് അത് ഓതുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എതിരിൽ വന്ന് നിൽക്കുന്ന മുശ്രിക്കുകളുടെ മുമ്പിൽ സൂറത്ത് അൻ-നജ്മി റസൂലുള്ളാഹ് ഓതി. വൻ-നജ്മി ഇദാ ഹവ മാ ضل സാഹിബുക്കും വമാ ഗവ എന്ന സൂറത്ത് ഓതി. അപ്പോൾ എതിർക്കാൻ വന്നവരുണ്ടല്ലോ, ആ സൂറത്തിൻ്റെ ആ ഭംഗിയിൽ, അതിൻ്റെ ആ അഴകിൽ അവർ സ്തബ്ധചിത്തരായി, ആശ്ചര്യചിത്തരായിട്ട് നിന്നുപോയി, പകച്ചു നിന്ന്. ഈ വൻ-നജ്മി സൂറൻ്റെ അവസാനത്തിൽ ഓത്തിൻ്റെ സുജൂദുണ്ട്, ഓത്തിൻ്റെ സുജൂദ്. ആ ആയത്തെത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെയ്ത്. അപ്പോൾ എതിർക്കാൻ വേണ്ടി വന്നവർ റസൂലുള്ളാഹിനോടൊപ്പം സുജൂദ് ചെയ്ത്, മുശ്രിക്ക് വരെ സുജൂദ് ചെയ്ത് നിലത്ത് കിടന്നുപോയി. അതൊരു വലിയ വാർത്തയായി. ഇവരൊക്കെ ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ള വാർത്തയാണ് പരന്നത്. കാരണം അവരൊന്നായിട്ട് റസൂലുള്ളാഹിനോടൊപ്പം സുജൂദ് ചെയ്തില്ലേ. അങ്ങനെ ഹിജ്റ പോയ മുസ്ലിമീങ്ങൾ ഹബശീനയിൽ നിന്ന് ഈ വാർത്ത കേട്ടിട്ട് മക്കക്കാരൊക്കെ ഇസ്ലാം സ്വീകരിച്ച് നട്ടം ചെയ്ത് അവർ പലരും ഹിജ്റ പോയവർ മടങ്ങി വന്ന്. യഥാർത്ഥത്തിൽ ഇവർ ഇസ്ലാം സ്വീകരിച്ചതായിരുന്നില്ല. പിന്നെയോ ഖുർആൻ ഓതുന്നത് കേട്ടപ്പോൾ അതിൻ്റെ ആശയം ഗ്രഹിച്ച് അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ട് പ്രതികരിച്ചതാണ്. മനസ്സിലായോ? അപ്പോൾ ഈ വിശുദ്ധ ഖുർആനെയാണ് ഇന്ന് മുസ്ലിമീങ്ങൾ പാരായണം ചെയ്യുന്നത്. പക്ഷേ പാരായണം ചെയ്യുന്ന മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ പാരായണം ചെയ്യുന്നത് എന്നുള്ളത് പലർക്കും പ്രാപ്യമല്ല, അറിവില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ വിശുദ്ധ ഖുർആൻ പഠിക്കുന്നത്, വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുന്നതിൻ്റെ ആശയങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ കഴിഞ്ഞിടത്തോളം സരളമായി ഇൻഷാ അല്ലാഹ് ഒരു പ്രതിപാദിയാണ് ഉദ്ദേശിക്കുന്നത്. ചെറിയ സൂറകൾ മുതൽ നമ്മൾ നല്ല ഒരു അള്ളാഹുവിനോടുള്ള ഒരു ദുആയിൽ നമ്മൾ നമ്മുടെ ക്ലാസ്സുകളെ സജീവമാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അതിൻ്റെ കലാമിനെ യഥാവിധം മനസ്സിലാക്കാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. പഠിച്ചത് പ്രാവർത്തികമാക്കുവാനും അതേപോലെ ഈ വിശുദ്ധ ഖുർആനാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉന്നമനം നൽകുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആൻ്റെ ആളുകൾ അഹ്ലുല്ല വഖാസത്തു, അള്ളാഹുവിൻ്റെ അഹ്ലുകാരും അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരുമാണ് ഈ ഖുർആൻ്റെ ആളുകൾ. മനസ്സിലായില്ലേ? നമുക്ക് അവരിൽ ഉൾപ്പെടണമെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിൻ്റെ കലാമിലേക്ക് അതിനെ പഠിക്കാൻ, മനസ്സിലാക്കാൻ, പാരായണം ചെയ്യാൻ വരിക തന്നെ വേണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സൂറത്തുൽ ഫാത്തിഹയാണ് നമ്മുടെ ആദ്യത്തെ സൂറത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖുർആൻ ആരംഭിച്ചത് ഫാത്തിഹ കൊണ്ടാണ് അല്ലേ? സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹക്കുള്ള ഒരു പ്രത്യേകത അതാണ്. എന്താ പ്രത്യേകത? അള്ളാഹു അവൻ്റെ ഖുർആൻ അത് 114 അധ്യായങ്ങളാണ്. ആ 114 അധ്യായങ്ങളിൽ ആദ്യത്തെ അധ്യായം ഏതാണ്? സൂറത്തുൽ ഫാത്തിഹയാണ്. അതുകൊണ്ടാണ് അതിന് ഫാത്തിഹ എന്നുള്ള പേര് തന്നെ, ഫാത്തിഹ എന്നുള്ള പേര് തന്നെ. പ്രാരംഭം, തുടക്കം എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തി അള്ളാഹുവിൻ്റെ മഹത്വം പറഞ്ഞുകൊണ്ടുള്ള തുടക്കമാണ് സൂറത്തുൽ ഫാത്തിഹയിൽ. അതുകൊണ്ട് തന്നെ ഫാത്തിഹ എന്ന് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പേരുണ്ട്. അത് അതിൻ്റെ മഹത്വം അറിയിക്കുന്നു. രണ്ടാമത്തേത്, സൂറത്തുൽ ഫാത്തിഹ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ അധ്യായമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ അബൂ സഈദിനിൽ മുഅല്ല എന്ന് പറയുന്ന സഹാബിയോട് പറഞ്ഞ്, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ഞാൻ നിന്നെ പഠിപ്പിക്കും എന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്ത് പഠിപ്പിച്ചത് ഏത് സൂറത്താണ്? സൂറത്തുൽ ഫാത്തിഹയാണ്. സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയ അസ്സബഉൽ മസാനിയും അൽ ഖുർആനുൽ അദീമുമാകുന്നു ഈ സൂറത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. എന്താണ് അസ്സബഉൽ മസാനി, എന്താണ് അൽ ഖുർആനുൽ അദീം എന്ന് പറഞ്ഞാലത് പറയാം. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം സൂറത്തുൽ ഫാത്തിഹൻ്റെ മഹത്വം അറിയിക്കുന്ന മറ്റൊരു ഹദീസ്. ഒരിക്കൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലുണ്ട്. ഇബ്നു അബ്ബാസിൽ നിന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന സംഭവം. അപ്പോൾ ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉണ്ടാകുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലമുകളിൽ നിന്നൊരു ശബ്ദം, ഒരു വാതിൽ തുറക്കണം ഒച്ചയിട്ട്. അപ്പോൾ തല ഉയർത്തി നോക്കുമ്പോൾ ഒരു മലക്കിൻ്റെ ആഗമനാണ്, മറ്റൊരു മലക്കിൻ്റെ ആഗമനാണ്. അപ്പോൾ ആ മലക്ക് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്,
അബ്ഷിർ ബിൻ നൂറൈൻ, 2 പ്രകാശങ്ങൾ അതിൽ താങ്കൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു, അതിൽ സന്തോഷിക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെട്ട ആ 2 പ്രകാശങ്ങളെക്കുറിച്ച് പറഞ്ഞത് ഫാത്തിഹത്തുൽ കിതാബ്, ഒന്ന് സൂറത്തുൽ ഫാത്തിഹയും മറ്റൊന്ന് ഖവാതീമു സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ആയത്തുകളുമാണ്. സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകളും സൂറത്തുൽ ഫാത്തിഹയുമാണ്. സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ ഏതാ? ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി എന്ന് തുടങ്ങുന്ന ആയത്തും ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ എന്ന് തുടങ്ങുന്ന ആയത്തും ഫാത്തിഹത്തുൽ കിതാബും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഇതിലുള്ള വാചകങ്ങൾ കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് തേടിയിട്ടുണ്ട് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ചോദിക്കുന്നത് നൽകും എന്നാണ്. സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ ഒരു വാചകമുണ്ട്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം തുടങ്ങുന്ന വാചകം. അതേപോലെ തന്നെ സൂറത്തുൽ ബഖറൻ്റെ അവസാനത്തെ ആയത്തിൽ ഇല്ലേ കുറേ പ്രാർത്ഥന അല്ലേ, ഗുഫ്രാനക് എന്ന് തുടങ്ങി. അതേപോലെ തന്നെ പിന്നെ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ തുടങ്ങിയിട്ട് അതിലും ഇല്ലേ കുറേ, റബ്ബനാ ലാ തുആഖിദ്നാ ബിമാ നസി തുടങ്ങി. അതേപോലെ തന്നെ റബ്ബനാ വലാ തഹ്മിൽ അലൈനാ റബ്ബനാ വലാ തുഹമ്മിൽനാ തുടങ്ങി കുറേ അല്ലേ, വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ. ഇതൊക്കെ അള്ളാഹുവിനോടുള്ള ദുആകളാണ്. മലക്ക് വന്നിട്ട് റസൂലുള്ളാഹിനോട് പറയുന്നത്, ഈ പ്രാർത്ഥനാ വചനങ്ങൾ കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പടച്ചോൻ തരും എന്നാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള 2 പ്രകാശങ്ങൾ, ഒന്ന് സൂറത്തുൽ ഫാത്തിഹയും മറ്റൊന്ന് സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകളും അത് നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കൂ എന്ന് പറയുകയുണ്ടായി എന്നാണ്. ചില റിപ്പോർട്ടുകളിൽ സബൂറിൽ, തൗറാത്തിൽ, ഇഞ്ചീലിൽ, ഫുർഖാനിൽ, വിശുദ്ധ ഖുർആനിൽ വരെ റഹ്മക്കല്ലാ ഈ ഫാത്തിഹ പോലുള്ള മറ്റൊരു അധ്യായം അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. ഫാത്തിഹ പോലുള്ള മറ്റൊരു അധ്യായം അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാണ് പറയപ്പെട്ടിട്ടുള്ളത്. അതൊക്കെ സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്താണ്. പിന്നെ ഒരു മഹത്വം നമുക്ക് എല്ലാവർക്കും അറിയാം. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റിയൊരു മഹത്വമുണ്ട്. അതെന്താ? നമസ്കാരം നമ്മുടേത് സ്വീകരിക്കപ്പെടണമെങ്കിൽ എന്ത് ഓതണം? സൂറത്തുൽ ഫാത്തിഹ ഓതണം. സൂറത്തുൽ ഫാത്തിഹ ഓതണം. അപ്പോൾ അത് സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്താണ്. സൂറത്തുൽ ഫാത്തിഹയും നമ്മൾ ഓതും, അതല്ലാത്ത സൂറത്തുകളും നമ്മൾ ഓതും. മനസ്സിലായോ? പക്ഷേ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ തീർത്തു ഓതണം. മറ്റു സൂറത്തുകളൊക്കെ ഓതാൻ പറഞ്ഞ് കുറച്ച് ഓതിയാൽ മതി, 1-2 ആയത്ത് ഓതിയാൽ കഴിഞ്ഞ്. അതേസമയം സൂറത്തുൽ ഫാത്തിഹ അങ്ങനെ പകുതി ഓതിയാൽ പോരാ, മുഴുവൻ ഓതി തന്നെ വേണം. അതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹക്ക് വാഫിയ, കാഫിയ തുടങ്ങിയ പേരുകൾ വന്നത്. മനസ്സിലായില്ലേ? അതിനെക്കുറിച്ച് പറയാം. സൂറത്തുൽ ഫാത്തിഹക്ക് അതിൻ്റെ അവതീർണത, ആദ്യത്തിൽ ഒരു സൂറത്ത് മുഴുവനായി അവതരിപ്പിക്കപ്പെട്ടത് സൂറത്തുൽ ഫാത്തിഹയാണ്. ഒരു സൂറത്ത് മുഴുവനായിട്ട് അവതരിപ്പിക്കപ്പെട്ടത് സൂറത്തുൽ ഫാത്തിഹയാണ്. നമുക്കറിയാം ആദ്യം ഇറങ്ങിയത് ഏതായത്തുകളാണ് ആദ്യം ഇറങ്ങിയത്? ഇഖ്റ ബിസ്മിയിലെ തുടക്കത്തിൽ 5 ആയത്തുകളാണ് ഇറങ്ങിയത്. പിന്നെ സൂറത്തുൽ മുദ്ദസിറാണ് ഇറങ്ങിയത്. മുദ്ദസിർ മുഴുവനില്ല, പിന്നെയോ അതിൻ്റെ തുടക്ക വചനങ്ങൾ, യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ തുടങ്ങി തുടക്ക വചനങ്ങൾ. പിന്നെ ഇറങ്ങിയത് സൂറത്തുൽ മുസമ്മിൽ, അതിൻ്റെ കുറേ ഭാഗങ്ങൾ മുഴുവൻ ഇറങ്ങിയിട്ടില്ല. മുഴുവനായിട്ട് ആദ്യം ഇറങ്ങിയ സൂറത്തുൽ ഫാത്തിഹയാണ്. അത് ഇഖ്റ ബിസ്മി സൂറത്തിനും മുദ്ദസിറിനും മുസമ്മിലിനും ശേഷമാണ് സൂറത്തുൽ ഫാത്തിഹയുടെ അവതീർണത. അതാണ് അതിൻ്റെ ക്രമം. മഹത്വം കൂടിയതിനൊക്കെ പേര് കൂടും. സ്ഥാനങ്ങൾ, അതേപോലെ തന്നെ പിന്നെ പ്രത്യേകതകൾ, ഇത് കൂടുന്നതിനനുസരിച്ച് അറബികൾ പേര് കൂട്ടും. ഇവിടെ സൂറത്തുൽ ഫാത്തിഹയെ സംബന്ധിച്ചിടത്തോളം അതിന് പല പേരുകളാണ്. അതിലൊരു പേരാണ് ഇപ്പോൾ ഫാത്തിഹ, പ്രാരംഭം എന്നർത്ഥത്തിൽ. വിശുദ്ധ ഖുർആൻ്റെ തുടക്കം സൂറത്തുൽ ഫാത്തിഹ കൊണ്ടാണ് അല്ലേ? അതേപോലെ ഫാത്തിഹത്തുൽ കിതാബ്, ഇതും സൂറത്തുൽ ഫാത്തിഹയുടെ മറ്റൊരു പേരാണ്. ഫാത്തിഹത്തുൽ കിതാബ് എന്ന് പറഞ്ഞാൽ ഖുർആൻ ആരംഭിക്കുന്നത് ഫാത്തിഹ കൊണ്ടാണ്. ഇതേപോലെ തന്നെ പിന്നെ ഉമ്മുൽ കിതാബ്, ഉമ്മുൽ ഖുർആൻ, ഈ പേരുകൾ സൂറത്തുൽ ഫാത്തിഹയ്ക്കുണ്ട്. ഉമ്മുൽ കിതാബ് പാരായണം ചെയ്യാത്തവരുടെ നമസ്കാരം അപൂർണമാണ്. അതേപോലെ ഉമ്മുൽ ഖുർആൻ പാരായണം ചെയ്യാത്തവർക്ക് നമസ്കാരം അപൂർണമാണെന്ന് അറിയിക്കുന്ന ഹദീസുകളുണ്ട്.
ഉമ്മുൽ ഖുർആൻ, ഉമ്മുൽ കിതാബ്. ഖുർആനിൻ്റെ മർമ്മം, അൽ കിതാബ് എന്ന് പറഞ്ഞാൽ ഖുർആനാണ്. ഖുർആനിൻ്റെ മർമ്മം എന്നുള്ളതാണ് അത് അറിയിക്കുന്നത്. സൂറത്തുൽ ഫാത്തിഹ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന എല്ലാ വിശ്വാസപരമാകട്ടെ, അതേപോലെ തന്നെ കർമ്മപരമാകട്ടെ, ചരിത്രപരമാകട്ടെ എല്ലാ വിഷയങ്ങളെയും ഉൾക്കൊണ്ട ഗ്രന്ഥമാണ്, ഉൾക്കൊണ്ട സൂറത്താണ്. അതുകൊണ്ടാണ് ഉമ്മുൽ കിതാബ്, ഉമ്മുൽ ഖുർആൻ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ മർമ്മം അത് സൂറത്തുൽ ഫാത്തിഹ ഉൾക്കൊള്ളുന്നു. അതേപോലെ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് അസ്വല എന്ന് പേരുണ്ട്. അസ്വല ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഖസ്സംതു സ്വലാത്ത ബൈനി വ ബൈന അബ്ദി എന്നാണ്. ഖസ്സംതു സ്വലാ, അസ്വലാത്തിനെ ഞാൻ വിഭജിച്ചു എന്നാണ്, പകുത്തു. ബൈനി വ ബൈന അബ്ദി, എൻ്റെയും എൻ്റെ ദാസൻ്റെയും ഇടയിൽ എന്നാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയാണ്. സൂറത്തുൽ ഫാത്തിഹയെ അള്ളാഹു പറയാണ് ഞാൻ എൻ്റെയും ദാസൻ്റെയും ഇടയിൽ രണ്ടാക്കി പകുത്തു. എന്നിട്ട് നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഓതുമ്പോൾ അള്ളാഹു പറയുമെന്നാണ് ഹമീദനി അബ്ദി, എൻ്റെ ദാസൻ എന്നെ സ്തുതിച്ചിരിക്കുന്നു, എൻ്റെ ദാസൻ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അർ റഹ്മാൻ റഹീം എന്ന് നമ്മൾ ഓതുമ്പോൾ അള്ളാഹു പറയുമെന്നാണ് അസ്ന അലൈ അബ്ദി, എൻ്റെ ദാസൻ എന്നെ പ്രശംസിച്ചിരിക്കുന്നു. മാലിക് യൗമിദ്ദീൻ എന്ന് ഓതുമ്പോൾ അള്ളാഹു പറയുമെന്നാണ് മജ്ജദനി അബ്ദി, എൻ്റെ ദാസൻ എന്നെ മഹത്വവൽക്കരിച്ചിരിക്കുന്നു. പിന്നെ ഇയ്യാക നഅ്ബുദു വയ്യാക നസ്തഈൻ എന്ന് ഓതുമ്പോൾ അള്ളാഹു പറയുമെന്നാണ് ഹാദാ ബൈനി വ ബൈന അബ്ദി, ഇതെൻ്റെയും എൻ്റെ ദാസൻ്റെയും ഇടയിലുള്ള ബന്ധവും ആരാധനയും വിഷയവുമാണ്. പിന്നെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം തുടങ്ങിയിട്ട് സൂറത്തുൽ ഫാത്തിഹയുടെ അവസാനം വരെ ഓതുമ്പോൾ ഹാദാ ലി അബ്ദി, അതെൻ്റെ ദാസനുള്ളതാണ്. വലിയ അബ്ദി മാസഅൽ, എൻ്റെ ദാസൻ എന്താണോ എന്നോട് തേടിയത് അത് ഞാൻ എൻ്റെ ദാസന് നൽകിയിരിക്കുന്നു. അപ്പോൾ അവിടെ നോക്കി നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓതുന്നതിനനുസരിച്ച് എന്താണ് പ്രതികരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ അസ്വല എന്നാണ് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പറഞ്ഞത് ഹദീസിൽ. അതേപോലെ സൂറത്തുൽ ഫാത്തിഹയിൽ പ്രധാനപ്പെട്ട ഒരു ദുആയാണ്, അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തി പ്രശംസിച്ച് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് ദുആ ചെയ്യല്ലേ. ആ ദുആ അടങ്ങിയത് കാരണത്താൽ അദ്ദുആ എന്നും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ള തുടക്കമുള്ളത് കൊണ്ട് അൽഹംദ് എന്നും സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പേരുണ്ട്. അതൊക്കെ പൂർവികരിൽ നിന്ന് വന്നാണ്, സഹാബികളിൽ നിന്ന് മറ്റൊക്കെ വന്ന നാമങ്ങളാണ്. അർ റുഖിയ എന്ന പേരുണ്ട്. റുഖിയ എന്ന് പറഞ്ഞാൽ മന്ത്രം എന്നർത്ഥം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പറഞ്ഞ പേരാണ്. സഹാബികൾ ഒരു യാത്ര പോയി. ആ യാത്രയിൽ ഒരു നാട്ടിൽ സഹാബികൾ എത്തിയപ്പോൾ നാട്ടുകാർ അവിശ്വാസികളാണ്, അമുസ്ലിമീങ്ങളാണ്. അവരിലെ ഗോത്രത്തലവന് ഒരു തേള് കടിച്ച്. അപ്പോൾ സഹാബികൾ ആ നാട്ടിലെത്തിയപ്പോൾ അവരോട് അല്പം ഭക്ഷണം ചോദിച്ചിരുന്നു. അപ്പോൾ അവർ പിശുക്കന്മാരായിരുന്നു, അവരൊന്നും കൊടുത്തില്ല, സഹാബികൾക്കൊന്നും കൊടുത്തില്ല. പക്ഷെ അവർക്ക് തേള് കടിച്ചപ്പോൾ, നേതാവിന് തേള് കടിച്ചപ്പോൾ ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നിന്ന് വരിക എന്നുള്ളത് അവർക്കറിയാം, ആ വിശ്വാസികൾക്കറിയാം. അപ്പോൾ അവരെന്ത് ചെയ്ത് പിന്നെ ഇവർ സഹാബത്തിനോട് വന്നിട്ട് പറഞ്ഞ് ഞങ്ങളുടെ സയ്യിദിന് ഒരു തേള് കടിച്ചിരിക്കുന്നു, നിങ്ങളിൽ വല്ല മന്ത്രിക്കുന്നവരുണ്ടോ എന്ന് ചോദിച്ച്. അപ്പോൾ മന്ത്രിക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അങ്ങനെ അബൂ സഈദിനിൽ ഖുദ്രി സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് ആ സയ്യിദിനെ മന്ത്രിച്ച് അങ്ങനെ അയാൾക്ക് ശമനുണ്ടായി. സംഭവത്തിൽ കാണാം, പിന്നെ അവർ ഭക്ഷണം കൊടുക്കാൻ വിസമ്മതിച്ചത് കാരണത്താൽ അവരോട് എന്ത് ചെയ്തിരുന്നു, 30 ആടുകളെ ചോദിച്ചു ഇവർ സഹാബികൾ, മന്ത്രിച്ചു തരാം, 30 ആടുകളെ തരണം എന്നൊക്കെ പറഞ്ഞ സംഭവം. ഏതായാലും പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലെത്തിയപ്പോൾ ഇവരെന്ത് ചെയ്ത് റസൂലുള്ളാഹിൻ്റെ മുമ്പിൽ ഇത് അവതരിപ്പിച്ച്, ഈ വിഷയം അവതരിപ്പിച്ച്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾ എന്തുകൊണ്ടാണ് മന്ത്രിച്ചത് എന്ന് അബൂ സഈദിനോട് ചോദിച്ചപ്പോൾ ഞാൻ സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ടാണ് മന്ത്രിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഒമാ അദറാക അന്നഹ റുഖിയ, അതായത് സൂറത്തുൽ ഫാത്തിഹ റുഖിയയാണ് എന്നുള്ളതിനെ സ്ഥിരീകരിച്ച് റസൂലുള്ള അപ്രകാരം പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ആ പേര് വന്നത്. അതേപോലെ അൽ കാഫിയ, അൽ വാഫിയ. അൽ കാഫിയ എന്ന് പറയാൻ കാരണം നമസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഉണ്ടല്ലോ, മറ്റ് സൂറത്തുകൾക്ക് പകരമായിട്ട് സൂറത്തുൽ ഫാത്തിഹ ഓതിയാൽ മതി.
അതേസമയം സൂറത്തുൽ ഫാത്തിഹ ഓതേണ്ടടുത്ത ഒരാൾ മറ്റു സൂറത്ത് ഓതിയിട്ടുണ്ടെങ്കിൽ കാര്യമല്ല. ഇപ്പോൾ ഒരാളെന്ത് ചെയ്ത് നിസ്കരിക്കാൻ നിന്ന് എന്നിട്ട് സൂറത്തുൽ ബഖറ ഓതി മുഴുവൻ 2.5 ജുസ് സൂറത്തുൽ ബഖറ ഓതി, എന്ത് ഓതിയില്ല? ഫാത്തിഹ ഓതിയിട്ടില്ലെങ്കിൽ നിസ്കാരം ശരിയാകുമോ? ഇല്ല. അതേസമയം അയാൾ സൂറത്തുൽ ബഖറ ഒന്നും ഓതിയില്ല, അയാൾ എന്താ ഓതിയത്? സൂറത്തുൽ ഫാത്തിഹയാണ് ഓതിയത്, എങ്കിൽ അയാളുടെ നിസ്കാരം ശരിയാകും. അതാ ആ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് അതിനെ ഖാഫിയ എന്ന് പറഞ്ഞത്. അതേപോലെ വാഫിയ എന്ന് പറയും. വാഫിയ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഉണ്ടല്ലോ, നമ്മൾ മുഴുവൻ ഓതണം, 7 ആയത്തും മുഴുവനും ഓതണം. അതില്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല. ഇപ്പോൾ പിന്നെ 1-ാമത്തെ റക്അത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ റഹീം മാലികി യൗമിദ്ദീൻ ഓതി, എന്നിട്ട് റുക്കൂ ചെയ്ത് പിന്നെ സുജൂദ് ചെയ്ത് പിന്നെ 2-ാമത്തെ റക്അത്തിൽ ഇയ്യാക നസ്തഈൻ അവിടുന്ന് ഇങ്ങോട്ട് ഓതി, നിസ്കാരം ശരിയാകുമോ? ഇല്ല. പിന്നെ സൂറത്ത് മുഴുവൻ ഓതണം. അതേസമയം ഫാത്തിഹ ഓതിയിട്ട് നമ്മൾ ഓതുന്ന സൂറത്തുണ്ടല്ലോ, അത് ഇപ്പോൾ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതി വലദ്ദാലീൻ 1 വരെ ഓതി, എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഖുൽ അഊദു റബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് എന്ന് ഓതിയിട്ട് ഒരാൾ റുക്കൂ പോയി, നിസ്കാരം ശരിയാവില്ലേ? നിസ്കാരം ശരിയാവും. പിന്നെ 2-ാമത്തെ റക്അത്തിൽ ബാക്കി ഓതി, നിസ്കാരം ശരിയാവില്ലേ? ഓതും. അതേസമയം സൂറത്തുൽ ഫാത്തിഹ ഒരിക്കലും പൗതി ഓതിയിട്ടുണ്ടെങ്കിൽ, കുറച്ച് ഓതിയിട്ടുണ്ടെങ്കിൽ നിസ്കാരം ശരിയാവില്ല. അത് മുഴുവനായിട്ട് തന്നെ ഓതണം. ആ ഒരു പ്രത്യേകത സൂറത്തുൽ ഫാത്തിഹയ്ക്കുള്ളത് കൊണ്ടാണ് ചില പണ്ഡിതന്മാർ, യഹ്യ ഇബ്നു അബി കസീറിനെ പോലുള്ളതായ പണ്ഡിതന്മാർ, ഇബ്നു അബി കസീറിനെ പോലുള്ളതായ പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞത്. അതേപോലെ ഷിഫ, സൂറത്തുൽ ഫാത്തിഹനെ ഷിഫ എന്ന് പിന്നെ നാമകരണം ചെയ്ത സലഫുകളുണ്ട്. ചില അസറുകളിൽ കാണാം അങ്ങനെ. അതായത് സൂറത്തുൽ ഫാത്തിഹ ഷിഫാ മിൻ കുല്ലി ദാ, എല്ലാ രോഗങ്ങളിൽ നിന്നും ശമനമാണ് സൂറത്തുൽ ഫാത്തിഹ എന്നറിയിക്കുന്ന ഒരു അസർ. അതിന് അൽബാനി ദഈഫാക്കിയിട്ടുണ്ട്. പക്ഷേ അത് മൗഖൂഫ് എന്ന നിലക്ക് സഹീഹാണ്, സഹാബികളുടെ വാക്കായിട്ടത് സഹീഹാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഷിഫ എന്നുള്ള പേര് സൂറത്തുൽ ഫാത്തിഹക്കുണ്ട്. പിന്നെ അസ്സബഉൽ മസാനി, സബഉൽ മസാനി എന്ന് പറഞ്ഞാൽ ആവർത്തിച്ചോതുന്ന 7 വചനങ്ങൾ എന്നാണ്. അസ്സബഉൽ മസാനി, ആവർത്തിച്ചോതുന്ന 7 വചനങ്ങൾ. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ആ പ്രത്യേകത അല്ലേ? നിസ്കാരത്തിൽ ഓതൂലേ നമ്മൾ? ഒരു ദിവസം എത്ര നിസ്കാരമുണ്ട്? 5 നിസ്കാരം നിർബന്ധമായിട്ടുണ്ട് അല്ലേ? 5 നിസ്കാരമുണ്ട്, നിർബന്ധ നിസ്കാരങ്ങൾ. പിന്നെ റവാത്തിബ് സുന്നത്തുകൾ. എത്ര റവാത്തിബ് സുന്നത്തുകൾ? 10 റക്അത്ത് അല്ലെങ്കിൽ 12 റക്അത്ത്. അതിലൊക്കെ ഫാത്തിഹ ഓതണ്ടേ? ആവർത്തിച്ച് ഓതണം. പിന്നെ ദുഹ നമസ്കാരമുണ്ട്, അതേപോലെ ഖിയാമുൽ ലൈൽ അല്ലെങ്കിൽ വിത്ർ നിസ്കാരമുണ്ട്, പിന്നെ വുളൂവിന് ശേഷം സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്, റവാത്തിബ് അല്ലാത്ത ഇതര സുന്നത്തുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അസറിന് മുമ്പ് 4 റക്അത്ത് അല്ലേ? എല്ലാ ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിൽ ഈ 2 റക്അത്ത്, പള്ളിയിൽ കയറിയുള്ള തഹയ്യത്ത്, ഇതൊക്കെ അല്ലേ? അതിലൊക്കെ ആര് വേണം? സൂറത്തുൽ ഫാത്തിഹ ഓതണം, അത് നിർബന്ധമാണ്. അപ്പോൾ ആവർത്തിച്ച് ഓതുന്ന 7 വചനങ്ങളാണ് സൂറത്തുൽ ഫാത്തിഹ. അതാണ് സബഉൽ മസാനി. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി വൽ ഖുർആനൽ അദീം. നിങ്ങൾക്ക് ആവർത്തിച്ച് ഓതുന്ന 7 വചനങ്ങൾ നൽകിയിരിക്കുന്നു. സൂറത്തുൽ ഫാത്തിഹയാണ്. അതേപോലെ വൽ ഖുർആനൽ അദീം, അൽ ഖുർആനുൽ അദീം എന്ന സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പേരുണ്ട്. അൽ ഖുർആനുൽ അദീം, മഹത്തായ ഖുർആൻ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പറഞ്ഞ പേരാണ്. ഹദീസിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കി നിങ്ങൾ എത്ര പേരുകൾ, ഈ പേരുകളുടെ ആധിക്യം അറിയിക്കുന്നത് എന്താണ്? സൂറത്തുൽ ഫാത്തിഹൻ്റെ ശ്രേഷ്ഠതയും മഹത്വമാണ്. സൂറത്തുൽ ഫാത്തിഹയിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നുള്ളത് എന്തല്ല? ആയത്തല്ല. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് നമ്മൾ പറയുന്നതിന് ഇസ്തിആദത്ത് എന്ന് പറയാം. ഇസ്തിആദത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അൽ ഇസ്തിആദ എന്ന് പറഞ്ഞാൽ അഭയത്തേട്ടം എന്നർത്ഥം. രക്ഷാത്തേട്ടം, അഭയത്തേട്ടം, ഇസ്തിആദത്ത്, അഭയത്തേട്ടം, രക്ഷാത്തേട്ടം. വിശുദ്ധ ഖുർആൻ ഓതാൻ നമ്മൾ ഭാവിക്കുമ്പോൾ നമ്മൾ അഭയത്തേട്ടം നടത്താൻ അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. അഭയത്തേട്ടം നടത്താൻ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. അത് സൂറത്തുൽ ഫാത്തിഹയാണെങ്കിലും ശരി, ഇതര സൂറത്തുകളാണെങ്കിലും ശരി, ഖുർആൻ ഓതാൻ ഭാവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ അഭയത്തേട്ടം നടത്തണം.
അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫൈദാ ഖുരിയൽ ഖുർആനു അല്ല അസ്തഗ്ഫിറുല്ലാഹ് ഫൈദാ ഖറഅതൽ ഖുർആൻ ഫസ്തഈദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. നീ ഖുർആൻ ഓതാൻ ഭാവിച്ചാൽ ഫസ്തഈദ് ബില്ലാഹ്, നീ അള്ളാഹുവിൽ അഭയം തേടണം. ആരിൽ നിന്ന്? മിനശ് ശൈത്താനിർ റജീം, റജീമായ ഷെയ്ത്താനിൽ നിന്ന്. അപ്പോൾ റജീം എന്ന് പറഞ്ഞാൽ ഓടിക്കപ്പെട്ട, ദൂരെയാക്കപ്പെട്ട ഷെയ്ത്താനിൽ നിന്ന് അള്ളാഹുവിൽ അഭയം തേടണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ട്. അതാണ് ഇസ്തിആദത്ത്, അഭയത്തേട്ടം. ഖുർആൻ ഓതാൻ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് അഭയത്തേട്ടം നടത്തുക. അതിന് പറയുന്ന പേരാണ് ഇസ്തിആദത്ത്. അത് ഖുർആൻ ഓതാൻ ഉദ്ദേശിക്കുമ്പോൾ മാത്രമല്ല, അപ്പോൾ നമ്മൾ ആരിൽ നിന്നാണ് അഭയം തേടുന്നത്? ഷെയ്ത്താനിൽ നിന്നാണ്. ഷെയ്ത്താൻ എന്ന് പറഞ്ഞാൽ നല്ല സാധനമല്ല അല്ലേ? അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടോ? ഷെയ്ത്താനെ പൂജിക്കണോലൊക്കെ ഉണ്ട് ദുനിയാവിൽ. പക്ഷേ ഷെയ്ത്താൻ നല്ല സാധനമല്ല. അതുകൊണ്ടാണ് ഷെയ്ത്താൻ എന്നൊരു പേര് വന്നത്. ഷെയ്ത്താന് പേരിടാൻ കാരണം അത് ചെറുക്ക് മോശമായതുകൊണ്ടാണ്. പിന്നെ അതിനൊരു വിശേഷണം കൂടി കൊടുത്ത അള്ളാഹു. അതെന്താ? റജീം എന്നുള്ളതാണ്. എന്താ റജീം എന്ന് പറഞ്ഞാൽ? റജീം എന്ന് പറഞ്ഞാൽ ദൂരെയാക്കപ്പെട്ടവൻ, ആട്ടി ഓടിക്കപ്പെട്ടവൻ എന്നൊക്കെയാണ്, ശപിക്കപ്പെട്ടവൻ എന്നൊക്കെയാണ് അതിൻ്റെ ഉദ്ദേശം. ഷെയ്ത്താൻ അവൻ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് ദൂരെയാക്കപ്പെട്ടവനാണ്. അവൻ സന്മാർഗത്തിൽ നിന്ന്, ഇസ്ലാമിൽ നിന്ന് ദൂരെയാക്കപ്പെട്ടവനാണ്. അവൻ സ്വർഗത്തിൽ നിന്ന് ദൂരെയാക്കപ്പെട്ടവനാണ്. അള്ളാഹു അവനോട് പറഞ്ഞ് ഫഖ്റുജ് മിൻഹ, സ്വർഗത്തിൽ നിന്ന് നീ പുറത്തു പോയെന്ന് പറഞ്ഞ്. അപ്പോൾ സ്വർഗത്തിൽ നിന്ന്, അതേപോലെ സന്മാർഗത്തിൽ നിന്ന്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് ദൂരെയാക്കപ്പെട്ടവനാണ് ആര്? ഷെയ്ത്താൻ. റജിം എന്ന് പറഞ്ഞാൽ കല്ലിന് പറയും, എറിയണ കല്ലിന്. കല്ലെറിയണീനും റജിം എന്ന് പറയും. അതിനാണ് റജീം ഉണ്ടായത്, കല്ലെറിയപ്പെട്ടവൻ എന്ന അർത്ഥത്തിൽ. ഇവിടെ കല്ലെറിഞ്ഞ ആട്ടും പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ആട്ടിപ്പായിച്ചതാണ്. പടച്ചവൻ്റെ റഹ്മത്തിലേക്ക് അവന് അടുപ്പല്ല, അതേപോലെ അള്ളാഹിൻ്റെ സ്വർഗത്തിലേക്കും ഇല്ല, അതേപോലെ ഹിദായത്തിലേക്കും ഇസ്ലാമിലേക്കും അവന് യാതൊരു അടുപ്പമില്ല. അവനെ അതിൽ നിന്നൊക്കെ അകറ്റിയിട്ടുണ്ട്. ഷെയ്ത്താൻ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ ആ പേര് തന്നെ എന്തല്ല, മുന്തിയ പേരല്ല. ഷെയ്ത്താൻ എന്നുള്ളത് ഷതുന എന്ന ക്രിയയിൽ നിന്നാണ്. ബഉദ എന്നാണ് അതിൻ്റെ അർത്ഥം. വിദൂരമായി എന്നാണ്, വിദൂരനായി. ഷെയ്ത്താൻ എന്ന് പറഞ്ഞാൽ ദൂരപ്പെട്ടവനാണ്. ഏതിൽ നിന്ന് ദൂരപ്പെട്ടവൻ? അതാണ് സ്വർഗത്തിൽ നിന്ന്, അള്ളാഹിൻ്റെ റഹ്മത്തിൽ നിന്ന്, സന്മാർഗത്തിൽ നിന്നൊക്കെ ദൂരെയാണ് ആര്? ഷെയ്ത്താൻ. അപ്പോൾ അങ്ങനെയുള്ള ഷെയ്ത്താനിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യണത്? രക്ഷയ്ക്ക് വേണ്ടി, അഭയത്തിന് വേണ്ടി തേടുന്നത്. ആരോടെ തേടുന്നത്? ബില്ലാ, അള്ളാഹുവോടെ തേടുന്നത്. കാരണം ഷെയ്ത്താനിൽ നിന്ന് രക്ഷ തേടാൻ നമ്മൾ പോലീസിനെ വിളിച്ചിട്ട് കാര്യമല്ല, 999 വിളിച്ചിട്ട് കാര്യമല്ല. ഷെയ്ത്താനിന് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവോട് തന്നെ എന്ത് ചെയ്യേണ്ടത്? തേടേണ്ടത്. കാരണം അള്ളാഹ്ക്ക് മാത്രമാണ് ഷെയ്ത്താൻ്റെ ആഗമനവും അവൻ്റെ ഈ ദുർമന്ത്രണവും അതേപോലെ തന്നെ അവൻ്റെ അപകടവും ചേർക്കാൻ കഴിയുള്ളൂ. നമുക്ക് മനുഷ്യരിൽ ശത്രുക്കളുണ്ട്. ഷെയ്ത്താൻ നമ്മുടെ ശത്രുവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനാകുന്ന ശത്രുവിൻ്റെ വിഷയത്തിൽ നമ്മളോട് പറഞ്ഞ എന്താ? ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നല്ലതുകൊണ്ട് പ്രതികരിക്കാനാണ്. നല്ലതുകൊണ്ട്. കാരണം മനുഷ്യരാകുന്ന ശത്രുവിനെ നമ്മൾ ഒരേപോലെ ശത്രുത കൊണ്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മെച്ചപ്പെടില്ല. അള്ളാഹു പറഞ്ഞത് ഏറ്റവും നല്ലതുകൊണ്ട് പ്രതികരിക്കാനാണ്. അങ്ങനെയാണ് വെച്ചാൽ അവനെ കീഴ്പ്പെടുത്താൻ പറ്റും. എന്നാൽ ഷെയ്ത്താൻ്റെ വിഷയം പറഞ്ഞപ്പോൾ എന്താ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ഫസ്തഈദ് ബില്ലാഹ് എന്നാണ്. അള്ളാഹുവിൽ അഭയം തേടിക്കോ എന്നാണ് പറഞ്ഞത്. കാരണം എന്താ? ഷെയ്ത്താനാകുന്ന ശത്രുവിനെ നമ്മൾ ദൂരപ്പെടുത്താനും അതിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടാനും
അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അഭയം തേടിയേ നിർവാഹമുള്ളൂ. അതുകൊണ്ടാണ് നമ്മളോട് പല സ്ഥലങ്ങളിലും ഇപ്പം നമ്മളോട് ഖുർആൻ ഓതുമ്പോൾ ഇസ്തിആദത്ത് നടത്താൻ പറഞ്ഞു, അഭയത്തേട്ടം നടത്താൻ പറഞ്ഞു. അതേപോലെ കുറേ സ്ഥലങ്ങളില്ലേ, ഉദാഹരണത്തിന് എന്താ, ദേഷ്യം വരുമ്പോൾ എന്താ പറഞ്ഞത്? ദേഷ്യം ഇങ്ങനെ കൊത്തുമ്പോൾ ദേഷ്യം വരുമ്പോൾ നമ്മളോട് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാളുകൾ തിരക്കൂടുന്നുണ്ട് കേട്ട്. അപ്പോൾ ഒരാൾ ഭയങ്കര പ്രഷറാണ്, മൂപ്പരുടെ കണ്ണും മുറൊക്കെ ആകെ ചോന്നിക്കണ്, അങ്ങനെ തീപ്പെട്ടി വരുതേ കത്തണ രീതിയിൽ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് എനിക്കൊരു വചനം അറിയാം, ആ വചനം അയാൾ ചൊല്ലിയാൽ അയാളുടെ ദേഷ്യം പോകും. എന്നിട്ട് റസൂലുള്ള പറഞ്ഞ് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, അത് പറഞ്ഞാൽ ദേഷ്യം പോകും എന്ന് പറഞ്ഞു. അപ്പോൾ ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇസ്തിആദത്ത് നടത്തണം. അതേപോലെ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ പറഞ്ഞില്ലേ അഊദു ബില്ലാഹിൽ അദീം വബി വജ്ഹിഹിൽ കരീം വബി സുൽത്താനിഹിൽ ഖദീം മിന ശൈത്താനിർ റജീം. പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ ഇസ്തിആദത്ത് നടത്താൻ പറഞ്ഞു. അതേപോലെ ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ പറഞ്ഞ് എന്താ പറഞ്ഞത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസ് വൽ ഖബായിസ്, ആൺ പെൺ പിശാചുക്കളിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് തേടാൻ പറഞ്ഞു. അതേപോലെ നായ കുരക്കുമ്പോൾ, കഴുത കരയുമ്പോൾ നമ്മളോട് പറഞ്ഞത് ശൈത്താനിൽ നിന്ന് അഭയം തേടാൻ പറഞ്ഞു. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം പറയാൻ പറഞ്ഞു. പിന്നെ ഭാര്യ ഭർത്തൃ ലൈംഗിക ബന്ധവേളയിൽ അല്ലാഹുമ്മ ജന്നിബിന ഷൈത്താൻ വജന്നിബി ഷൈത്താന മാ റസഖ്തന എന്ന് പിന്നെ ഷൈത്താനിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് തേടാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഇതേപോലെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പറഞ്ഞില്ലേ ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക് അല്ലാഹുമ്മ അഅ്സിമിനി മിനശ് ശൈത്താനിർ റജീം. അല്ലാഹുമ്മ അഅ്സിമിനി, അല്ലാഹുവേ നീ എന്നെ സംരക്ഷിക്കണമേ, മിനശ് ശൈത്താനിർ റജീം, ശൈത്താനിർ റജീമിൽ നിന്ന്. അപ്പോൾ അത് ഒരു അഭയത്തേട്ടാണ് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ. പിന്നെ ഖലാസ് ഒരു സ്ഥലത്ത് ചെന്നിറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അഊദു ബി കലിമാത്തില്ലാഹി തആമാത്ത് മിൻ ശർരി മാ ഖലഖ്, അത് മൊത്തത്തിലാണ്, ശൈത്താനിൽ നിന്ന് മാത്രമല്ല. പേടിച്ച് നെട്ടി ഉണർന്നാൽ വമിൻ ശർരി ഇബാദിഹി വമിൻ ഹമസാത്തി ഷയാത്തീൻ വഅൻ യഹ്ദുറൂൻ, അതായത് ഉറക്കിൽ നെട്ടി ഉണരുമ്പോൾ അല്ലെങ്കിൽ പേടിച്ച് നെട്ടി ഉണരുമ്പോൾ നമ്മളോട് അള്ളാഹുവിൽ അഭയം തേടാൻ വേണ്ടിയിട്ട് പറഞ്ഞു. കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മന്ത്രിക്കുമ്പോൾ ഉഈദുകുമ ബികലിമാത്തില്ലാഹി തആമാത്ത് മിൻ കുല്ലി ശൈത്താനിൻ വഹാമ വമിൻ കുല്ലി ഐനിൻ ലാമ. അത് പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസൻ ഹുസൈൻ കുട്ടികളെ മന്ത്രിച്ചപ്പോൾ ചൊല്ലിയതാണ്. അതേപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ ഇസ്ഹാഖ് കുട്ടികളായിരിക്കെ അവർക്ക് വേണ്ടിയിട്ട് മന്ത്രിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ അഭയത്തേട്ടം നടത്തിയിട്ട് ഖലാസ്. നിസ്കാരം തുടങ്ങുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നുള്ളതല്ല, അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്താനിർ റജീം മിൻ ഹമസിഹി വനഫസിഹി വനഫ്ഖിഹി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്തിആദത്ത് അഭയത്തേട്ടം നടത്തിയിട്ട് ഖുർആൻ ഓതി തുടങ്ങി എന്ന് പറയുന്ന ഹദീസുകളുണ്ട്. ഏതായാലും ഷൈത്താനിൽ നിന്ന് രക്ഷ തേടാനുള്ള ഒരു സന്ദർഭമാണ് ഖുർആൻ ഓതുമ്പോൾ. കുറേ സന്ദർഭങ്ങളുണ്ട്, ഇത് ആളുകൾ അറിയണം. പൈശാചിക ദുഷ്പ്രേരണകളും പൈശാചിക ശല്യങ്ങളും നമ്മളിൽ നിന്ന് വിട്ടു നിൽക്കണമെങ്കിൽ ഈ പറയപ്പെട്ട സ്ഥലങ്ങളൊക്കെ എന്ത് ചെയ്യണം? അതൊക്കെ നമ്മൾ ഇത് ഇസ്തിആദത്ത് നടത്തണം, രക്ഷാത്തേട്ടം നടത്തണം. അത് ശ്രദ്ധിക്കണം. അതൊക്കെ ചില സന്ദർഭങ്ങളാണ്. അതിൽ ചിലതിലാണ് ഇപ്പോൾ ഈ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില പ്രയോഗങ്ങളുള്ളത്. അത് പഠിക്കാൻ എളുപ്പമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. അഊദു എന്ന് പറഞ്ഞാൽ ഞാൻ അഭയം തേടുന്നു എന്നർത്ഥം. അൽതജി, അഭയം തേടുന്നു. ബില്ലാഹി, അള്ളാഹുവിൻ്റെ അടുക്കൽ, അള്ളാഹുവിൽ. മിനശ് ശൈത്താനിർ റജീം, ആരിൽ നിന്ന്? റജീമായ ഷൈത്താനിൽ നിന്ന്. വ്യാകരണം പറയില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ പറഞ്ഞു പോണത്.
വ്യാകരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. തയ്യബ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം? ബിസ്മില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നാമത്തിൽ. അള്ളാഹു ആരാണ്? അർ റഹ്മാൻ അർ റഹീം. റഹ്മാൻ എന്താ? കാരുണ്യവാൻ, കരുണാമയൻ. റഹീം എന്ന് പറഞ്ഞാൽ കരുണ നൽകുന്നവൻ, കരുണാനിധി. ഇവിടെ ബിസ്മില്ല എന്നുള്ളതാണ്. ബി പിന്നെ ഇസ്മാണ്. ഇസ്മ പറഞ്ഞാൽ പേര് എന്നർത്ഥം അല്ലേ? ആരാ പേര്? ഇസ്മുള്ള, അള്ളാൻ്റെ പേര്. അള്ളാഹു ആരാ? അള്ളാഹു എന്നുള്ളത് എന്താ? അള്ളാഹു എന്നുള്ളത് എന്താ? ഇസ്മുൽ ജലാലയാണ്, മഹത്വത്തെ കുറിക്കാനുള്ള പേരാണ്. ആരുടെ പേര്? അള്ളാഹ് എന്നുള്ളത് ആരുടെ പേരാ? സൃഷ്ടാവായ അള്ളാഹു, സൃഷ്ടികർത്താവായവൻ, പരിപാലകൻ, ഈ ഉലകത്തെ ഇല്ലായ്മയിൽ നിന്ന് പടച്ചവൻ, ഇതിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരി, അവന് ഉള്ള പേരാണെന്ത്? അള്ളാഹ് എന്നുള്ളത്. സംജ്ഞാനാമം, അലം എന്ന് പറയും. അതാണ് അള്ളാഹു. ചിലർ പറഞ്ഞ് ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധനക്കർഹൻ. ഇലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? ആരാധനക്കർഹൻ, മഅ്ലൂഹ്, ആരാധനക്കർഹൻ. അതിൻ്റെ മുന്നിൽ അൽ എന്ന അവ്യയം വന്ന് അൽ ഇലാഹ്, അതാണ് അള്ളാഹു. അൽ എന്നുള്ള അവ്യയം വന്നതോടുകൂടി ഇത് ആരാധ്യൻ എന്നുള്ളതുണ്ടല്ലോ, അതിന് സാക്ഷാൽ ആരാധ്യൻ എന്നർത്ഥമായി. ഈ അല്ല് വന്നതോടുകൂടി സാക്ഷാൽ ആരാധ്യൻ. അപ്പോൾ സാക്ഷാൽ ആരാധ്യനെ അറിയിക്കാനുള്ള നാമാണത് അള്ളാഹു. അൽ ഇലാഹ്, അതാണ് അള്ളാഹു. ആ അള്ളാഹുവിൻ്റെ നാമം നമ്മളെ നാമം പോലെയല്ല. അള്ളാഹിൻ്റെ നാമം നമ്മളെ നാമം പോലെയല്ല, നമ്മളെ പേര് പോലെയല്ല അള്ളാഹിൻ്റെ പേര്. അള്ളാഹുവിൻ്റെ പേരൊക്കെ എന്താണ്? വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. അള്ളാഹിൻ്റെ നാമങ്ങളൊക്കെ ഉത്തമമായ നാമങ്ങളാണ്. അള്ളാഹിൻ്റെ പേരുകളൊക്കെ ഉത്തമമായ പേരുകളാണ്. കുറേ പേരുകളുണ്ട് അള്ളാഹുവിന്. അത് ഉത്തമമായ പേരും അനുഗ്രഹീതമായ പേരുമായത് കാരണത്താലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതിൽ 99 പേരുകൾ നമ്മൾ നല്ല വിധം ഉച്ചരിച്ച് നമ്മൾ അതിൻ്റെ ആശയം ഗ്രഹിച്ച് നമ്മൾ അതുകൊണ്ട് അള്ളാഹുവിനോട് ദുആയിരക്കുകയാണെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞു. ഇന്ന ലില്ലാഹി 99 ഇസ്മ മിഅ ഇല്ലാ വാഹിദ മൻ അഹ്സാഹ ദഖലൽ ജന്ന. അള്ളാഹിൻ്റെ 99 പേരുകൾ ആരെങ്കിലും ഇഹ്സാ ചെയ്താൽ, എന്നാൽ അത് നേർക്ക് ഉച്ചരിച്ച് അതിൻ്റെ ആശയം മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിനോട് അതുകൊണ്ട് ദുആയിരക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ നോക്കി നിങ്ങൾ, നമ്മളൊക്കെ പേര് 1000 പ്രാവശ്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. പിന്നെ അള്ളാഹിൻ്റെ പേര് പറയുമ്പോൾ നോക്കി, അള്ളാഹുവിൻ്റെ പേരിന് പ്രത്യേകത ഉണ്ട്. അത് അത്യുത്തമമായ പേരുകളാണ്. അള്ളാഹുവിന് കുറേ പേരുകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് അള്ളാഹുവിൻ്റെ പേര്. ആ പേര് കൊണ്ടാണ് എന്ത് ചെയ്യണത്? തുടങ്ങുന്നത്. ഇവിടെ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ ഈ ബ, അതിന് പല രീതിയിൽ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആശയം ആ ബ വന്നതുകൊണ്ട് അത് പല ധർമ്മങ്ങൾ നിർവഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്തിൽ, അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്തിൽ, അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ ബർക്കത്തിൽ, അനുഗ്രഹത്തിൽ, കാരണം അള്ളാഹുവിൻ്റെ നാമം നമ്മൾ പറഞ്ഞില്ലേ അതെന്താണ്? അനുഗ്രഹീതമാണ്. അപ്പോൾ ആ നാമത്തിൻ്റെ അനുഗ്രഹത്തിൽ, ആ നാമത്തിൻ്റെ ബർക്കത്തിൽ എന്നാണ്. ആ നാമത്തിൻ്റെ ബർക്കത്തിൽ എന്താണ്? അതിവിടെ പറഞ്ഞോ? അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്താൽ എന്നേ പറഞ്ഞത്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്തിൽ എന്നാ പറഞ്ഞത്. സഹായത്തിൽ എന്താണ് അവിടെ എന്താണെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ബിസ്മില്ലാഹി എന്ന് പറഞ്ഞിട്ട് പിന്നെ അർ-റഹ്മാൻ ഇർ-റഹീം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അള്ളാഹിൻ്റെ നാമത്തിൻ്റെ സഹായത്തിൽ എന്താണ് നമ്മൾ തുടങ്ങാൻ പോണത്? അതാണ്. ഇപ്പം ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പോവുക, അപ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്തിൽ ഞാൻ വെള്ളം കുടിക്കുന്നു അല്ലേ? ഭക്ഷണം കഴിക്കുകയാണെങ്കിലോ അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്താൽ ഞാൻ ഭക്ഷണം കഴിക്കുന്നു. ഞാൻ കത്തെഴുതുകയാണ്, അപ്പോൾ ഞാൻ ബിസ്മില്ല ചെയ്തു അല്ലേ? അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്തിൽ ഞാൻ കത്തെഴുതുന്നു.
മനസ്സിലായോ? അപ്പോൾ ബിസ്മില്ല കൊണ്ട് എന്താണോ നമ്മൾ തുടങ്ങുന്നത് അതാണ് നമ്മൾ എന്ത് ചെയ്യണത് അവിടെ സങ്കല്പിക്കേണ്ടത്. ഇവിടെ നമ്മളിപ്പോൾ ഖുർആൻ ഓതുകയാണ്. അപ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ അഖ്റഉ ബിസ്മില്ല, അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്തിൽ ഞാൻ വായിക്കുന്നു. അല്ലെങ്കിൽ പഠിക്കുകയാണെങ്കിൽ അദ്റുസു ബിസ്മില്ല, അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്തിൽ ഞാൻ പഠിക്കുന്നു. അതാണ് അവിടെ പിന്നെ അർത്ഥാക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ പഠിക്കുകയാണ്, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ പാരായണം ചെയ്യാണ്. അപ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്തിൽ ഞാൻ പഠിക്കുന്നു, പാരായണം ചെയ്യുന്നു എന്നാണ്. നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടല്ലോ ബിസ്മി ചെല്ലണം, ബിസ്മില്ല ചെല്ലണം. ഇപ്പം നമ്മൾ ഇസ്തിഹാത്തിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഏത് സന്ദർഭം അപ്പോൾ ബിസ്മി ചെല്ലേണ്ട സന്ദർഭം? ബാക്കിൽ നിന്ന് പറയട്ടെ കേട്ടോ, മുന്നിൽ കുറച്ച് ബാക്കിലല്ലോ. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ബിസ്മില്ല അല്ലണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലൊരു കുട്ടി ഭക്ഷണത്തിൻ്റെ തളികയിൽ ഇങ്ങനെ വന്നിരുന്ന് പിന്നെ സലമ എന്ന് പറയുന്ന കുട്ടി ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും വാരി തിന്നാൻ പോവാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടീനോട് പറയാണ്, യാ ഗുലാം, കുട്ടി സമ്മില്ല. സമ്മില്ല എന്നാണ് എന്താ? ബിസ്മി ചെല്ല്, ബിസ്മി ചെല്ലിയിട്ട് തിന്നാൻ പറയാണ്. കുൽ ബി യമീനിക്, വലത് കൈ കൊണ്ട് തിന്ന്, വക്കുൽ മിമ്മായലേക്ക്, മുന്നിൽ നിന്ന് തിന്നെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ തിന്നുമ്പോൾ എന്ത് ചെയ്യണം? ബിസ്മി അല്ലണം. അതേപോലെ എന്ത് വീട്ടിൽ വീട്ടിൽ പല പരിപാടി ഉണ്ടാവും. ഏതിലാണ് ബിസ്മി എന്നാ പറയണ്ടത്? വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ, വീട്ടിൽ കയറുമ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞിട്ടാണ് കയറേണ്ടത്. എന്നിട്ട് സലാം പറയണം, ബിസ്മില്ല അസ്സലാമു അലൈക്കും. അങ്ങനെ ആയാൽ ബിസ്മില്ല എന്ന് നമ്മൾ പറഞ്ഞ് സലാം പറഞ്ഞ് വീട്ടിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ഷെയ്ത്താൻ പറയുമെന്നാണ്, ഇന്ന് നമുക്ക് ഫുഡും അക്കോമഡേഷനും ഇവിടെ അല്ല, ഈ പെരയിൽ നിന്ന് നമുക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇല്ല എന്ന് പറയുന്നതാണ്. കാരണം എന്താ? ബിസ്മില്ലയും സലാം പറച്ചിലോട് കൂടിയിട്ട് മുമ്പരുടെ ഫുഡും പോയി, അക്കോമഡേഷനും പോയി. നമ്മൾ ബിസ്മി അല്ലാതെ സലാം പറയാതെ നന്നായിട്ട് കയറി ചെന്ന്, അങ്ങനെയുള്ള പലരും കയറി ഒരൊറ്റ മൂളന ഞാൻ അതാ വന്നിക്കണേ വിളമ്പി വെച്ചോ എന്നുള്ള അർത്ഥത്തിൽ പെണ്ണുങ്ങളോട് അല്ലേ? അങ്ങനെയാണ് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മളോടൊപ്പം അന്ന് ഒരു വിരുന്നുകാരനും ഉണ്ടാവും. അതാരാ? ഷെയ്ത്താൻ. അപ്പോൾ ബിസ്മില്ല അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് കയറുക. അപ്പോൾ ഷെയ്ത്താൻ തന്നെ എന്ത് ചെയ്യും? മറ്റു ഷെയ്ത്താന്മാരോട് പറയുന്നത് നമുക്ക് ഇവിടെ ഫുഡും അക്കോമഡേഷനും ഇല്ല, ലാ മബീത്സ് വല ആഷ. അതാണ് ഹദീസിൻ്റെ ലഫ്ദിലുള്ളത്. പിന്നെ ഒരു സന്ദർഭം ഉറങ്ങാൻ കിടക്കുമ്പോൾ അല്ലേ? ബിസ്മിക റബ്ബി വദഅതു ജംബി. റബ്ബേ, നിൻ്റെ നാമത്തിൻ്റെ സഹായത്തിൽ, അല്ലെങ്കിൽ നിൻ്റെ നാമത്തിൻ്റെ സഹായത്താൽ ബിസ്മിക് ഞാൻ ഉറങ്ങുന്നു എന്നുള്ളതാണ്. തമാം. പിന്നെ വാഹനത്തിൽ കയറുമ്പോൾ ഖുർആനിൽ പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? വിശുദ്ധ ഖുർആനിൽ ബിസ്മില്ലാഹി മജ്റേഹ വ മുർസാഹ. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കപ്പൽ അതിൻ്റെ പ്രയാണത്തെക്കുറിച്ച് പറഞ്ഞു ബിസ്മില്ല മജ്റഹ. ബിസ്മില്ല എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? വാഹനത്തിൽ കാല് വെക്കേണ്ടത്. പിന്നെ അൽഹംദുലില്ല, അല്ലാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ സുബ്ഹാനല്ലദി സഖറ ലനാ ഹാദാ തുടങ്ങി വാഹനത്തിൽ കയറുമ്പോൾ. പിന്നെ ഒന്നെടുക്കുമ്പോൾ ബിസ്മില്ല എല്ലണം അല്ലേ? ലാ സ്വലാത്ത് ലിമല്ലം ലാ ഉദു വലാ ഉദു അലിമല്ലം യദ്കുർ ഇസ്മല്ല. ബിസ്മി ചെല്ലാത്തവർക്ക് പൂർണ്ണ ഉദു ഇല്ല എന്ന് പറഞ്ഞു. തമാം. പുതിയ ജോലിക്ക് കയറുമ്പോൾ ഒരു പ്രവാസി എന്നുള്ള ആൾക്ക് അത് പരിഗണിക്കണം അല്ലേ? ഏതൊരു നന്മയിലും നമ്മൾ എന്ത് ചെയ്യണം? ഏതൊരു നന്മയിലും നമ്മൾ ബിസ്മിയിലാണ് എന്ത് ചെയ്യേണ്ടത്? തുടങ്ങേണ്ടത്. നോക്കി, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ തുടങ്ങിയപ്പോൾ എങ്ങനെ തുടങ്ങിയേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതെന്താ അറിയിക്കണത്? നമ്മളെല്ലാ നന്മയും നല്ല കാര്യവും തുടങ്ങേണ്ടത് എന്തുകൊണ്ട് തന്നെയാണ്? ബിസ്മില്ല കൊണ്ട് തന്നെയാണ്. അപ്പോൾ അത് ജോലിൻ്റെ വിഷയത്തിലൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവിടെ പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സന്ദർഭമാണ് നമ്മൾ ചോദിക്കുന്നത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ല തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ല ചൊല്ലണം. ഒരു സ്ഥാപനം തുറക്കുമ്പോൾ അതൊക്കെ ഇതിൽ പെട്ടതാണ്. നമ്മൾ ബിസ്മില്ല ചൊല്ലിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? തുറക്കേണ്ടത്. പിന്നെ അത് ശരിയാണ്.
രാത്രിയാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞ് നമ്മൾ കഥ കടക്കാൻ പറഞ്ഞു. കഥ കടക്കുമ്പോൾ ഒറ്റ കൊണ്ട് അടച്ചു പോരല്ല, പിന്നെയോ ബിസ്മില്ല എന്ന് പറഞ്ഞിട്ട് അടക്കണം. ബിസ്മില്ല ചൊല്ലിയിട്ട് അടച്ച കഥകിനെ ശൈത്താന്മാർക്ക് തുറക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പാത്രം അടക്കാൻ പറഞ്ഞു. പാത്രം മൂടിയേക്കണം. ഭക്ഷണ സാധനങ്ങളൊന്നും തുറന്നിടാൻ പാടില്ല. പാത്രം അടച്ചിടണം. അപ്പോൾ ബിസ്മി ചൊല്ലിയിട്ട് അടക്കാൻ പറഞ്ഞു. ബിസ്മി ചൊല്ലി പാത്രങ്ങൾ മൂടാൻ പറഞ്ഞു. അപ്പോൾ പാത്രം മൂടുമ്പോൾ അതേപോലെ തന്നെ കഥ കടക്കുമ്പോൾ വിശേഷ രാത്രി ബിസ്മി ചൊല്ലിയിട്ടാണ് അടക്കേണ്ടത്. പിന്നെ പാദരക്ഷ ധരിക്കും. അതൊക്കെ പിന്നെ പ്രത്യേകം പറയപ്പെട്ടതല്ല ഹദീസിൽ പ്രത്യേകം പറയപ്പെട്ടതാണ് നമ്മൾ ചോദിക്കുന്നത്. രാവിലെ ചെല്ലുന്ന ദിക്റുകളിൽ ഇപ്പം 3 പ്രാവശ്യം ചെല്ലേണ്ട ഒരു ദിക്റുണ്ട്. ബിസ്മില്ല ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം. അത് വൈകുന്നേരവും ബിസ്മില്ല അവിടെ ഉണ്ട്. പിന്നെ 2 പ്രധാനപ്പെട്ട സന്ദർഭമുണ്ട്. പള്ളി കയറുമ്പോഴും ഇറങ്ങുമ്പോഴും. അത് ഇല്ല, അത് ഇസ്തിയാദിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് ബിസ്മില്ല ഉണ്ടായില്ല. ബിസ്മില്ല വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക്. പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ല വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക്. തമാം. അറക്കുമ്പോൾ, മൃഗങ്ങളെ അറക്കുമ്പോൾ അല്ലേ, ബിസ്മില്ല അല്ലാഹു അക്ബർ ഇങ്ങനെ പറഞ്ഞിട്ടാണ് അറക്കേണ്ടത്. പിന്നെ അതാണ്, അതിൽ നാണിക്കാനൊന്നുമില്ല, പറയേണ്ടതല്ലേ, പ്രാവർത്തികമാക്കേണ്ടതാണ്. ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെടുമ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞ്, പിന്നെ നമ്മൾ പറഞ്ഞ ഇസ്തിആദത്ത് അല്ലാഹുമ്മ ജന്നിബിന ശൈത്താൻ വജന്നിബി ശൈത്താന മാ റസഖ്തന. അത് കഴിഞ്ഞിട്ടാണ് ഭാര്യയെ ഭർത്താവിന് പ്രാപിക്കാൻ അനുവാദമുള്ളൂ. അനുവാദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ മര്യാദ, അദബ്. ബിസ്മില്ല അല്ലാഹു അക്ബർ. അല്ലാഹുമ്മ ഈമാനൻ ബിക വ തസ്ദീഖൻ ബികിതാബിക. തവാഫ് തുടങ്ങുമ്പോൾ. പിന്നെ വേദന ഉണ്ടാകുമ്പോൾ വേദനയുള്ളിടത്ത് കൈവച്ചിട്ട്, അതൊക്കെ നോക്കി നമ്മളെ ശരീരത്തിൽ വേദനിക്കുമ്പോൾ ആ വേദനയുള്ളിടത്ത് കൈവച്ചിട്ട് ബിസ്മില്ല എന്ന് 3 തവണ പറയാൻ പറഞ്ഞു. പിന്നെ അഊദു ബി ഇസ്സത്തില്ലാഹി വ ഖുദ്റതി മിൻ ശർരി മാ അജിദു വ ഉഹാദിർ എന്ന് 7 തവണ പറയാൻ പറഞ്ഞു. മനസ്സിലായി? അപ്പോൾ ബിസ്മില്ല 3 തവണ പറയേണ്ട സന്ദർഭമാണ്. പിന്നെ വേട്ടമൃഗത്തെ വേട്ടക്കയക്കുമ്പോൾ ബിസ്മില്ല ചൊല്ലിയിട്ട് അയക്കണം. ഖബറിൽ മയ്യത്ത് വെക്കുമ്പോൾ ബിസ്മില്ല വഅല സുന്നത്തി റസൂലില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിയാണ്. ബിസ്മില്ല അത് ഹദീസിൽ വന്നിട്ടുണ്ട്. ബിസ്മില്ല വഅല സുന്നത്തി റസൂലില്ല എന്ന് വന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ അല്ലേ, അതിനല്ല ഇവിടെ ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിനോട് കൽപ്പിച്ചത് എന്താ കൽപ്പിച്ചത്? പറയും. അള്ളാഹു എന്താ റസൂലുള്ളാഹിനോട് കൽപ്പിച്ചത്? ഇഖ്റ ബിസ്മി റബ്ബിക്. ഇഖ്റ ബിസ്മി റബ്ബിക്, റബ്ബിൻ്റെ നാമത്തിൽ ഓതാനാണ്. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തിട്ടുണ്ട് ഓതേണ്ടത്. എല്ലായിടത്തും ബിസ്മില്ല എന്നാണ് ഓതേണ്ടത്. 2 സ്ഥലങ്ങളിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുഴുവനായിട്ടാണ് ഓതേണ്ടത്. 2 സ്ഥലങ്ങളിൽ. അതിലൊന്ന് ഖുർആൻ ഓതുമ്പോൾ അതാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പിന്നെ ഒന്നപ്പോഴാ കത്തെഴുതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മുഴുവൻ എഴുതണം. കാരണം എന്താ? വിശുദ്ധ ഖുർആനിലൊരു കത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏതാ കത്ത്? സുലൈമാൻ നബി അയച്ച കത്ത്. ആർക്കാ കത്തയച്ച്? സബയിലെ രാജ്ഞിക്ക് കത്തയച്ച്. ആ കത്തെങ്ങനെയാ? ഇന്നഹു മിൻ സുലൈമാൻ വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുലൈമാനിൽ നിന്നുള്ള കത്താണ്. കത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മുഴുവൻ എഴുതിയിട്ടാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കത്തെഴുതിയപ്പോൾ ആ കത്തിൽ കാണാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൻ മുഹമ്മദിൻ റസൂലില്ലാ ഇലാ അദീമി ഹിറക്കൽ. മുഹമ്മദ് റസൂലുള്ളാഹിയിൽ നിന്നുള്ള കത്ത് ഹിറോക്ലിയസ് രാജാവിന്, റോമയിലെ മഹാരാജാവായ ഹിറോക്ലിയസിന് മുഹമ്മദ് റസൂലുള്ളാഹി എഴുതുന്ന കത്ത്. ആ കത്ത് തുടങ്ങുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മുഴുവൻ എഴുതിയിട്ടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ കത്ത് എഴുതുമ്പോൾ ബിസ്മില്ല മുഴുവൻ എഴുതണം. ഖുർആൻ ഓതുമ്പോഴും പിന്നെയും ബിസ്മില്ല ചൊല്ലേണ്ട സ്ഥലങ്ങളുണ്ട്. മന്ത്രിക്കുമ്പോൾ, നമ്മൾ രോഗികൾക്ക് മറ്റും മന്ത്രിക്കുമ്പോൾ ബിസ്മില്ലാഹി അർഖീഖ് മിൻ കുല്ലി ഷൈഇൻ യുദീഖ് എന്ന് തുടങ്ങിയിട്ടാണ് എന്ത് മന്ത്രമുള്ളത്. അതേപോലെ തന്നെ ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ
ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ ബിസ്മില്ല ചൊല്ലണം. ബിസ്മില്ല ചൊല്ലിയിട്ട് പിന്നെയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മളുടെ നഗ്നത പിശാചുക്കളിൽ നിന്ന് മറക്കപ്പെടാൻ നമ്മളോട് ബിസ്മി എല്ലാം പറഞ്ഞു. പിശാചുക്കളിൽ നിന്ന് നമ്മളുടെ ഔറത്ത് മറക്കാൻ നമ്മൾ ബിസ്മി എല്ലിയിട്ട് ബാത്റൂമിലേക്ക് പ്രവേശിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലല്ലേ? അപ്പോൾ ബിസ്മി ചൊല്ലേണ്ട ഇതേപോലെ സന്ദർഭങ്ങൾ പലതുമുണ്ട്. ഏതായാലും ഇത് നമ്മളിങ്ങനെ പഠിക്കണതുണ്ടല്ലോ, നമ്മളിപ്പോൾ ഇതൊക്കെ പഠിച്ചു പോകാൻ നമ്മൾ പ്രാവർത്തികമാക്കാനുള്ള വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. കഴിവതി നമ്മളത് പഠിച്ചിട്ട് നമ്മൾ പ്രയോഗവൽക്കരിക്കും വേണം. അതിനാണ് ഇത്തരം വിഷയങ്ങൾ ഇവിടെ പറയുന്നത്. നിസ്ലാസ്ലം തങ്ങൾ ബിസ്മി ചൊല്ലിയിട്ടുണ്ടാകും. പക്ഷേ ബിസ്മി ചൊല്ലി എന്നുള്ളത് ഹദീസിലില്ല. റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് കുട്ടികളെ കൊണ്ടുവരും. അപ്പോൾ റസൂലുള്ള അതിന് തഹ്നീക്ക് എന്നാ പറയുക. കാരൊക്കെ വായിലിട്ട് റസൂലുള്ള കുട്ടീൻ്റെ വായിൽ വെച്ച് കൊടുക്കാറുണ്ട് എന്നുള്ളത് ഹദീസിലുണ്ട്. അപ്പോൾ ബിസ്മില്ല അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്താൽ അല്ലെങ്കിൽ സഹായത്തിൽ എന്നാണ്. സഹായത്തിൽ എന്ത്? ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ആ പറഞ്ഞതൊക്കെ ഏതാണോ അത് ഞാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പഠിക്കാനും പാരായണം ചെയ്യാനാണ്. അപ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്താൽ ഞാൻ പാരായണം ചെയ്യുന്നു. അള്ളാഹു ആരാണ്? അള്ളാഹു അർ റഹ്മാനാണ്. അള്ളാഹു അർ റഹീമാണ്. എന്താ അർ റഹ്മാൻ അർ റഹീം? അർ റഹ്മാൻ എന്നുള്ളത് അള്ളാഹ് എന്ന പേര് പോലെ അള്ളാഹ്ക്ക് പ്രത്യേകമായൊരു പേരാണ്. അള്ളാഹ് എന്നൊരു മഖ്ലൂക്കിനും പേരിടാൻ പാടില്ല. ഒരു പടപ്പിനും അള്ളാഹിന് പേരിടാൻ പാടുള്ളതല്ല. അത് അള്ളാഹ്ക്ക് സ്വാർത്ഥമായ അള്ളാഹ്ക്ക് പ്രത്യേകമായ പേരാണ് അള്ളാഹ് എന്നുള്ളത്. ഇതേപോലെയാണ് അർ റഹ്മാനും. അർ റഹ്മാൻ എന്നുള്ള പേര് ഒരു പടപ്പിനും പാടില്ല. അത് അള്ളാഹ്ക്ക് മാത്രമുള്ള പേരാണ്. അർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു കരുണാമയനാണ്. അള്ളാഹുവിൻ്റെ സത്താ വിശേഷണമാണത്. അള്ളാഹു അവൻ്റെ സത്തയുടെ ദാത്തിൻ്റെ വിശേഷണമാണ് അള്ളാഹു കാരുണ്യവാനാണ് എന്നുള്ളത്. ആ കാരുണ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല പടപ്പുകൾക്കേകും. അതാണ് അർ റഹീം എന്നുള്ളത് അറിയിക്കുന്നത്. അള്ളാഹു കരുണ നിറഞ്ഞവനാണ്. ആ കാരുണ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനൊക്കെ നൽകും. വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും, മുസ്ലിമിനും കാഫിറിനും, ഈശ്വര വിശ്വാസിക്കും നിരീശ്വരവാദിക്കും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ റഹ്മത്ത് നൽകും. അതിന് മാത്രം വിശാലമായ കാരുണ്യമുള്ളവനാണ് ആര്? അള്ളാഹു. അതാണ് അർ റഹ്മാൻ എന്നുള്ളത് അറിയിക്കുന്നത്. അർ റഹീം എന്നുള്ളതും അള്ളാഹിൻ്റെ പേരാണ്, വിശേഷണമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാരുണ്യം ചൊരിയുന്നവനാണ്, കാരുണ്യം നൽകുന്നവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ റഹീമിനെ സൃഷ്ടിച്ചു. റഹീം എന്ന് പറഞ്ഞാൽ കുടുംബബന്ധമാണ്. റഹീം എന്ന് പറഞ്ഞാൽ എന്താ? കുടുംബബന്ധം. ഞാൻ റഹീമിനെ, കുടുംബബന്ധത്തെ ഞാൻ സൃഷ്ടിച്ചു. എന്നിട്ട് അള്ളാഹു പറയാണ്, വശഖഖ്തു ലഹാ മിൻ ഇസ്മി, എൻ്റെ റഹ്മാൻ എന്നുള്ള പേരിൽ നിന്നാണ് അതിന് ഞാൻ പേരിട്ട്. നോക്കി നിങ്ങൾ, റഹീം എന്ന് പറഞ്ഞാൽ എന്താ? കുടുംബബന്ധം. ഈ റ ഹ മീം ഉണ്ടല്ലോ, ഈ കലിമത്ത് ഇതിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ടതാണ്. റഹ്മാൻ എന്നുള്ളതിൽ നിന്ന് ഉണ്ടോ? റ ഹ മീം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, റഹീമിനെ ഞാൻ പടച്ചു, കുടുംബബന്ധത്തെ. അതിനുള്ള പേര് ഞാൻ എൻ്റെ പേരിൽ നിന്ന് സ്വീകരിച്ചു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫമൻ വസലഹ വസൽതുഹു വമൻ ഖതഅഹ ഖതഅതുഹു. കുടുംബബന്ധം ആരെങ്കിലും ചേർത്താൽ അവനോട് ഞാൻ ബന്ധം ചേർക്കും, കുടുംബബന്ധത്തെ വല്ലവനും മുറിച്ചാൽ അവനോട് ഞാൻ ബന്ധം മുറിക്കും. അത് കുടുംബബന്ധം ചേർന്നതിൻ്റെ പ്രാധാന്യമാണ്. കാരണം കുടുംബബന്ധം എന്നുള്ള ആ പദം ഉണ്ടല്ലോ, അതിനുള്ള അറബി പേര് റഹീം എന്നാണ്. അത് അള്ളാഹുവിൻ്റെ പേരിൽ നിന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ച്. എന്നിട്ട് അള്ളാഹു പറയാണ്, കുടുംബബന്ധം ചേർക്കുന്നവനോട് ഞാൻ ബന്ധം ചേർക്കും, കുടുംബബന്ധം മുറിക്കുന്നവനോട് ഞാൻ ബന്ധം മുറിക്കും എന്ന്. അള്ളാഹു അർശിന് മീതെയാണ്. വാനങ്ങൾക്കുപരിയിൽ അവൻ്റെ അർശിൻ്റെ അർശിന് മീതെയാണ് അള്ളാഹു. അള്ളാഹു അർശിന്മേൽ എഴുതിയത് എന്താണെന്നറിയോ? അർശിന്മേൽ എഴുതിയത് ഇന്ന റഹ്മതി സബഖത് ഗളബി എന്നാണ്. ഇന്ന റഹ്മതി, എൻ്റെ റഹ്മത്ത് കാരുണ്യം, സബഖത് ഗളബി, എൻ്റെ കോപത്തെ മുൻകടന്നിരിക്കുന്നു എന്നാണ്. കോപത്തേക്കാൾ മികച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ അള്ളാഹ്ക്ക് കോപ കൂടുതൽ റഹ്മത്താ കൂടുതൽ?
റഹ്മത്താണ് കൂടുതൽ, റഹ്മത്താണ് അള്ളാഹ്ക്ക് കൂടുതൽ. അതുകൊണ്ടാണ് അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിനോട് കൽപ്പിച്ചത് നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം വ അന്ന അദാബി ഹുവൽ അദാബുൽ അലീം. നബ്ബി ഇബാദി, എൻ്റെ ദാസന്മാരോട് എന്നെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? അന്നി അനൽ ഗഫൂറുർ റഹീം, ഞാൻ ഗഫൂറുമാണ്, പാപം പൊറുക്കുന്നവനാണ്, ഞാൻ റഹീമുമാണ്. പിന്നെയാണ് പറഞ്ഞത് വ അന്ന അദാബി ഹുവൽ അദാബുൽ അലീം, എൻ്റെ ശിക്ഷ നോവേറ്റുന്ന ശിക്ഷയാണ്. അപ്പോൾ ആദ്യം എന്താ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞത്? അള്ളാഹു പാപം പൊറുക്കുന്നവനാണ്, അള്ളാഹു റഹീമുമാണ്, അള്ളാഹു കരുണ നൽകുന്നവനാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കാരുണ്യം നിറഞ്ഞവനാണ്, അള്ളാഹു കരുണ ഏകുന്നവനുമായ അള്ളാഹുവാണ്. അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ ബർക്കത്തിനാൽ, അനുഗ്രഹത്താൽ, അല്ലെങ്കിൽ നാമത്തിൻ്റെ സഹായത്താൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഓതുകയാണ്. സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുകയാണ്. അതാണ് ബിസ്മില്ലാഹി അർ റഹ്മാനിർ റഹീം. അടുത്ത ആഴ്ച ഫാത്തിഹ തീർക്കണം. ഇതുകൂടി എടുക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഖലാസ്, പെട്ടെന്ന്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്താ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ? അൽ ഹംദു ആണ്. അൽ എന്നുള്ളത് മുഴുവൻ എന്ന അർത്ഥത്തിനാണ്. മുഴുവൻ. ഹംദ് പറഞ്ഞാൽ സനാ, സ്തുതിയാണ്. അറബിയിൽ അതിന് സനാ എന്നാ പറയാം, സ്തുതി. അപ്പോൾ അൽ ഹംദു എന്ന് പറഞ്ഞാൽ എന്താ? സ്തുതി, സർവസ്തുതിയും, സ്തുതികൾ മുഴുവനും, സ്തുതികൾ മുഴുവനും. ലില്ലാഹി എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന് എന്നാണ്. ലീ എന്നും അള്ളാഹ് എന്നുമാണ്. അതാണ് ലില്ല. ലീ ചേർന്നപ്പോഴാണ് ലില്ല എന്നായത്. ലീ അള്ളാഹ് എന്നാണ്. അവിടെ ഈ ല എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹ്ക്ക് അവകാശപ്പെട്ടതാണ്, അള്ളാഹ്ക്ക് പ്രത്യേകമാണ് എന്നൊക്കെ ആശയത്തിനാണ് ഈ ലീ. അപ്പോൾ സ്തുതികൾ മുഴുവനും ആർക്ക് പ്രത്യേകമാണ്? അള്ളാഹുവിന് പ്രത്യേകമാണ്, അള്ളാഹ്ക്ക് മാത്രവുമാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവിന് മാത്രമാകുന്നു സ്തുതികൾ മുഴുവനും, സർവസ്തുതിയും. അള്ളാഹു ആരാ? അള്ളാഹു ആരാ? റബ്ബിൽ ആലമീൻ. റബ്ബിൽ ആലമീൻ എന്ന റബ്ബ് പറഞ്ഞാൽ എന്താ? റബ്ബ് പറഞ്ഞാൽ പരിപാലകൻ, രക്ഷിതാവ്, സൃഷ്ടിയെ ഉടമപ്പെടുത്തി അതിനെ പരിപാലിക്കുന്നവൻ എന്നുള്ളതാണ് റബ്ബ്. സൃഷ്ടിക്കുകയും ആ സൃഷ്ടിയെ ഉടമപ്പെടുത്തുകയും അതിനെ പരിപാലിക്കുകയും ചെയ്യുന്നവൻ, അതാണ് റബ്ബ്. കേവലം സൃഷ്ടിക്കുക മാത്രമല്ല, പിന്നെയോ സൃഷ്ടിച്ചതിനെ ഉടമപ്പെടുത്തുന്നവനാണ് അള്ളാഹു. എന്നിട്ട് അതിനെ പരിപാലിക്കുന്നവനാണ്, വളർത്തുകയും അന്നം നൽകുകയും വായു നൽകുകയും വെള്ളം നൽകുകയും ചെയ്യുന്നവൻ, അതാണ് റബ്ബ്. ആലമീൻ എന്ന് പറഞ്ഞാൽ ലോകരാണ്. അള്ളാഹു ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെയാണ് ആലമീൻ. അള്ളാഹു ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെയാണ് ആലം, ലോകം, ലോകർ. കുറേ ലോകങ്ങളുണ്ട് അല്ലേ? ഇവിടെ മലക്കുകളുടെ ലോകമുണ്ട്, ജിന്നുകളുടെ ലോകമുണ്ട് അല്ലേ? മനുഷ്യരുടെ ലോകമുണ്ട്, ഇൻസ്, ഹൈവാൻ, മൃഗങ്ങളുടെ ലോകമുണ്ട് അല്ലേ? അസ്മാക്ക്, മലക്കുകൾ, മത്സ്യങ്ങളുടെ ലോകമുണ്ട് അല്ലേ? തുയൂർ, പക്ഷികൾ അല്ലേ? പറവകൾ അല്ലേ? പിന്നെ സസ്യലതാദികൾ, പക്ഷികളിൽ തന്നെ പല വർഗ്ഗങ്ങൾ, മത്സ്യങ്ങളിൽ പല വർഗ്ഗങ്ങൾ, മൃഗങ്ങളിൽ പല വർഗ്ഗങ്ങൾ, ഇതൊക്കെ ഓരോ ലോകങ്ങളാണ് അല്ലേ? അപ്പോൾ ലോകങ്ങളാണ്. ഇതിൻ്റെയൊക്കെ അള്ളാഹു ഒഴിച്ച് ഇതര പടപ്പുകൾ, അതാണ് ആലമീൻ. അതിൻ്റെയൊക്കെ സൃഷ്ടാവാരാ? അള്ളാഹുവാണ്. അതിനൊക്കെ ഉടമപ്പെടുത്തിയതാരാണ്? അള്ളാഹുവാണ്. അതൊക്കെ പരിപാലിക്കുന്നതാരാ? അള്ളാഹുവാണ്. അതിലൊക്കെ കൈകാര്യകർത്തൃത്വം അള്ളാഹുവാണ്. അതാണ് റബ്ബ്. അപ്പോൾ ആലമീൻ, ലോകർ, അതിൻ്റെ റബ്ബായ അള്ളാഹുവിന് മാത്രമാകുന്നു സ്തുതികൾ മുഴുവനും എന്നാണ് നമ്മൾ അവിടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളതിൽ പറയുന്നത്. ഒരു ഹദീസിൽ കാണാം, ശ്രേഷ്ഠവചനങ്ങൾ 4 ശ്രേഷ്ഠവചനങ്ങൾ 4. ഏതാ ശ്രേഷ്ഠവചനങ്ങൾ 4? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഏറ്റവും നല്ല 4 വചനങ്ങളാണിത്. ഈ 4 വചനങ്ങൾ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ റസൂലുള്ള ഇങ്ങനെ നടന്നു പോകുമ്പോൾ സഹാബികൾക്ക് ഒരു കാഴ്ച കാണിച്ചു കൊടുത്ത്. അതായത് റസൂലുള്ളാഹിൻ്റെ കയ്യിൽ ഒരു വടിയുണ്ട്. ആ വടി കൊണ്ട് ഒരു മരത്തിനുണ്ട് തച്ച്, ഉണങ്ങിയ മര,
മരത്തിന് തച്ചാൽ എന്താ മരത്തിന് തച്ചാൽ ഇല ഒന്നായിട്ട് വീഴൂലേ? പണ്ട് പിന്നെ AP അബ്ദുൽ ഖാദർ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു കഥ അറിയലുണ്ട്. പണ്ട് ഒരുത്തന് പിന്നെ കുപ്പി വളക്കച്ചവടമാണ്, വള. അപ്പോൾ ഈ കുപ്പി വളകളാണ് വിൽക്കുന്നത്. അപ്പോൾ അന്ന് ഇത് പിന്നെ ചാക്കിലിട്ടാണ് കൊണ്ടുപോവുക, ചാക്കിലിട്ടിട്ട്. അപ്പോൾ ഒരുത്തനിങ്ങനെ ചാക്കിലിട്ടിട്ട് ഇതിങ്ങനെ തോളിലിട്ട് കൊണ്ടുപോവുക കുപ്പിവള. അപ്പോൾ ബാക്കിലൊരുത്തൻ വന്നിട്ട് ഒരൊറ്റ അടിയാണ്. എന്താ ചങ്ങായി ചാക്കിൽ വെച്ച്? കുപ്പിവളക്ക് ഒരു അടി അടിച്ചാൽ എന്താ ചാക്കിൽ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചപ്പോൾ വളക്കച്ചവടക്കാരൻ പറഞ്ഞു, ഒന്നും കൂടി തച്ചാൽ ഒന്നുമില്ലായിരുന്നു. ഒന്നുകൂടി തച്ചാൽ ഒന്നുമില്ല. അതേപോലെയാണ് ഉണങ്ങി നിൽക്കണ മരത്തിന് വടി കൊണ്ട് അടിച്ചാൽ എന്താ ഇല ഒന്നായിട്ട് വീഴും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കാഴ്ച കാണിച്ചു കൊടുത്ത് വടി കൊണ്ട് അടിച്ച് ഇല. അപ്പോൾ റസൂലുള്ള പറയാണ്, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന 4 വചനങ്ങൾ ഒരാൾ ചൊല്ലിയാൽ ഈ വൃക്ഷത്തിലെ ഇലകൾ വീണതുപോലെ അയാളുടെ പാപങ്ങൾ കൊഴിഞ്ഞു വീഴും, പാപങ്ങൾ കൊഴിഞ്ഞു വീഴും എന്ന് പറഞ്ഞു. അപ്പോൾ 4 ശ്രേഷ്ഠ വചനങ്ങളാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരാൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അയാളുടെ 20 നന്മകൾ അയാൾക്ക് രേഖപ്പെടുത്തും, അയാളുടെ 20 തെറ്റുകൾ മായ്ക്കപ്പെടും. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാലും അങ്ങനെയാണ്. എന്നിട്ട് റസൂൽ പറയാണ്, ഒരാൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അയാളുടെ 30 തിന്മകൾ മായ്ക്കപ്പെടും, അയാൾക്ക് 30 നന്മകൾ രേഖപ്പെടുത്തപ്പെടും. ഓക്കെ, നിങ്ങൾ ആ 4 വചനങ്ങളിൽ റസൂൽ ആരെ മാത്രം പ്രത്യേകമാക്കിയത്? ഈ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീനെ മാത്രം പ്രത്യേകമാക്കി. അത് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അന്ന് 30 നന്മകൾ എഴുതപ്പെടും, 30 തിന്മകൾ അയാളെ തൊട്ട് മായ്ക്കപ്പെടും എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ അൽഹംദുലില്ലാഹ് പറയല എപ്പോഴാണ്? നമ്മളൊക്കെ എപ്പോഴാണ് അൽഹംദുലില്ലാഹ് അറിയാം? ഒന്നുകിൽ ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞാൽ അൽഹംദുലില്ലാഹ്, കുടിച്ചാൽ അൽഹംദുലില്ലാഹ് അല്ലേ, അപ്പോഴാണ് പറയാം. പക്ഷെ ഒരാൾ അതൊന്നും ഇല്ലാതെ അൽഹംദുലില്ലാഹ് പറയുമ്പോഴാണ് ഈ ആനുകൂല്യം. അതായത് പടച്ചോനൊരു ആനുകൂല്യം കൊടുക്കാതെ തന്നെ ഒരാൾ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് ആ കൂലി, അപ്പോഴാണ് ആ പറയപ്പെട്ട കൂലി. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, നമ്മളിപ്പോൾ ഇസ്തിആദത്തിൻ്റെ വിഷയം പറഞ്ഞതുപോലെ ബിസ്മില്ല പറഞ്ഞതുപോലെ തന്നെ അൽഹംദുലില്ലാഹ് പറയേണ്ട ചില സമയങ്ങളുണ്ട്, അൽഹംദുലില്ലാഹ് പറയേണ്ട ചില സമയങ്ങളുണ്ട്. ഏതാ? ഒരു സാഹചര്യം, ഒരു കാരണമില്ലാതെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പറയുമ്പോഴാണ് ഞാൻ പറഞ്ഞ കൂലി. പക്ഷെ കാരണം ഉണ്ടായിട്ട് അൽഹംദുലില്ലാഹ് പറയേണ്ട സന്ദർഭങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് തുമ്മിയാൽ നമ്മളെന്ത് പറയും? അൽഹംദുലില്ലാഹ് പറയും, തുമ്മിയവൻ. അപ്പോൾ കേൾക്കുന്നവൻ റഹ്മുക്കല്ലാഹ് എന്ന് പറയും. അപ്പോൾ തുമ്മിയവന് യഹ്ദീകുമുല്ലാഹ് വയുസ്ലിഹു ബാലക്കും എന്ന് പറയും. തയ്യ് യഹൂദന്മാർ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുമ്പോൾ ജൂതന്മാർ വരെ തുമ്മിയിട്ട് അൽഹംദുലില്ലാഹ് പറയുന്നുണ്ട്. എന്തിന്? റസൂലുള്ളാഹ് ഇർഹമുക്കല്ലാഹ് എന്ന് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. അവർക്കറിയാലോ ഇത് സത്യമാണ് എന്നുള്ളത്, പക്ഷെ അവരെ കുറ്റം സമ്മതിക്കാത്തതുകൊണ്ടാണ്. പക്ഷേ റസൂലുള്ളാഹി യഹ്ദീകുമുല്ലാഹ് വയുസ്ലിഹു ബാലക്കും എന്നാണ് പറയുക. ഇർഹമുക്കല്ലാഹ് എന്ന് പറയാതെ അവർ തുമ്മിയിട്ട് അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ റസൂലുള്ളാഹി പറയും യഹ്ദീകുമുല്ലാഹ് വയുസ്ലിഹു ബാലക്കും. തയ്യ് പലരും ഇങ്ങനെ തുമ്മിയിട്ട് പറയില്ല. ഞാനൊരു പ്രസംഗം കേട്ട അറബിയിൽ, അപ്പോൾ 2 അറബികൾ എടുത്തിരിക്കുകയാണെന്ന്. അപ്പോൾ ഒരു അറബി തുമ്മി, മറ്റവനോട് ഐ ആം സോറി എന്ന്. അപ്പം മറ്റവൻ ഡോണ്ട് വെറി തുമ്മിയിട്ട് അടുത്തുള്ളവനോട് ഐ ആം സോറി, മറ്റവന് ഡോണ്ട് വെറി എന്ന്. മനസ്സിലായത്? കാരണം എന്താ? തുമ്മിയിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് പറയണമെന്നുള്ളത് പോയി പരിഷ്കൃത കൗമിന് ചേരാത്ത രീതിയിൽ മനസ്സിലാക്കി പോയി. അള്ളാഹു കാക്കട്ടെ. നഊദു ബില്ലാഹ്. തയ്യ് അപ്പോൾ എന്താ? തുമ്മിയാൽ അൽഹംദുലില്ലാഹ്. പിന്നെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ നമ്മൾ എന്ത് പറയണം? അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹി നുശൂർ. പിന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹി അല്ലദീ അത്അമ വസഖ വസവ്വഖഹു വജഅല ലഹു മഖ്റജ. അല്ലെങ്കിൽ വേറെയും ദുആകളുണ്ട്. അൽഹംദുലില്ലാഹി അല്ലദീ അത്അമനി ഹാദാ മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവത ഇലാ ആഖിരി. പിന്നെ പുതുവസ്ത്രം ധരിക്കുമ്പോൾ എന്താ? അൽഹംദുലില്ലാഹി അല്ലദീ കസാനി ഹാദാ മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവത. പിന്നെ മലമൂത്ര വിസർജനം നടത്തും ഇറങ്ങിപ്പോകുമ്പോൾ ഗുഫ്രാനൊക്കെ എന്നുള്ളതാണ്. ചിലപ്പോൾ നമുക്ക് അൽഹംദുലില്ലാഹ് ഒക്കെ പറയേണ്ട എന്തുണ്ടാവും, ആവശ്യങ്ങൾ. സന്തോഷകരമായ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ അൽഹംദുലില്ലാഹ് പറയും.
പുതുവസ്ത്രം ധരിക്കുമ്പോൾ പറഞ്ഞല്ലോ അല്ലേ? ആ, അടുത്ത ബന്ധുക്കൾ, ഉറ്റവർ, മക്കൾ, ഇവരുടെയൊക്കെ മരണവാർത്ത കേൾക്കുമ്പോൾ അൽഹംദുലില്ലാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് അയാൾക്ക് നിങ്ങൾ സ്വർഗ്ഗത്തിലൊരു വീടുണ്ടാക്കുക, ആ വീടിന് ബൈത്തുൽ ഹംദ്, ഹംദിൻ്റെ വീടെന്ന് പേരിടുക എന്ന് പറയും. പിന്നെ പരീക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി, പ്രയാസത്തിൽ കഴിയുന്നൊരു വ്യക്തിനെ കാണുമ്പോൾ അൽഹംദുലില്ലാഹി അല്ലദീ ആഫാനി മിമ്മ ഇബ്തലാക ബിഹി വഫദ്ദലനി അല കസീരി മിമ്മൻ ഖലഖ തഫ്ദീല. ശരിയാണ്. പിന്നെ ഭക്ഷണം കഴിച്ചാൽ, വെള്ളം കുടിച്ചാൽ ഒക്കെ അൽഹംദുലില്ലാ. പിന്നെ ഏത്? വാഹനത്തിൽ കയറിയിട്ട് 3 പ്രാവശ്യം അൽഹംദുലില്ലാ പറയൽ, വാഹനം പോണതിന് മുമ്പായിട്ട് സീറ്റിലിരുന്നിട്ട്. പിന്നെ നിസ്കാരത്തിന് ശേഷം അൽഹംദുലില്ലാ എത്ര പ്രാവശ്യം ചെല്ലണം? 33 പ്രാവശ്യം ചെല്ലണം. പിന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് 33 പ്രാവശ്യം പറയണം. അതേപോലെ തന്നെ അൽഹംദുലില്ലാഹില്ലദീ ആവാന വസഖാന, അൽഹംദുലില്ലാഹില്ലദീ അത്അമന വസഖാന വ ആവാന ഫകം മിമ്മൻ ലാ മുഅ്വിയ ലഹു വലാ കാഫിയ എന്ന് തുടങ്ങിയിട്ടൊരു ഇതുണ്ട്, അത് ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ളത്. പിന്നെ കുത്തുബയൊക്കെ തുടങ്ങുമ്പോൾ ഇന്നൽ ഹംദലില്ലാ എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ തുടങ്ങേണ്ടത്. ദുആ തുടങ്ങുമ്പോൾ അള്ളാഹുവിനെ സ്തുതിച്ച് സ്വലാത്ത് ചൊല്ലിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? തുടങ്ങേണ്ടത്. തമാം. ഏതായാലും അൽഹംദുലില്ലാൻ്റെ സന്ദർഭങ്ങൾ ഇതേപോലെ കുറേ ഉണ്ട്. നമ്മൾ പിന്നെ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പിന്നെ ലോകരുടെ റബ്ബായ അള്ളാഹുവിന് മാത്രമാകുന്നു സ്തുതികൾ മുഴുവനും. അഫ്ദൽ ദുആ അൽഹംദുലില്ലാ, അത് ഹദീസിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാ സന്ദർഭങ്ങളിലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് ഇതിൻ്റെ ബാക്കി സൂറത്തുൽ ഫാത്തിഹ പൂർത്തീകരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും പിന്നെ ഞാൻ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിലോ എന്തെങ്കിലും മുലാഹദ ഉണ്ടെങ്കിലോ പറയാം. മനസ്സിലായി? ക്ലാസ്സിൻ്റെ രീതിയിൽ മാറ്റം വരുത്തണമെങ്കിൽ പറയാം. മുഹിമ്മ് നമ്മൾ പഠിക്കലാണ്, വിഷയങ്ങൾ പഠിക്കലാണ്, മനസ്സിലാക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.